Hello. Yo. Orkoke ennitirikka Hello. So nammal last minute revision. ഞാൻ ഒട്ടും വൈകുന്നില്ല നമുക്ക് എക്സാമിന് പോകാനുള്ളതാ ഡയറക്റ്റ് ടു ദ ചാപ്റ്റേഴ്സ് ഒരു ബ്രഷ് അപ്പിംഗ് അത്രേ ഉള്ളൂ ഓക്കേ ഫസ്റ്റ് ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ distinguish spooling from elution തെറ്റിക്കരുത് സ്പൂളിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോസസ്സിൽ നടക്കുന്ന അതായത് DNA നെ നമ്മൾ ചിൽഡ് എത്തനോൾ ഉപയോഗിച്ച് precipitate ചെയ്ത DNA ന്റെ ത്രെഡ്സിനെ പുറത്തെടുക്കുന്നു so it is the separation of DNA precipitated DNA എന്ന് എഴുതിയാ പോരാ precipitated DNA എന്ന് എഴുതണം കേട്ടോ separation of precipitated DNA okay precipitated DNA separate ചെയ്യുന്നതിനാണ് spooling എന്ന് പറയുന്നത് elution ആണെങ്കിലോ gel electrophoresis ജെല്ലിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നതിനെയാ it is the cutting off of DNA fragments from agarose gel. Agarose gel-il ninnum DNA fragments ne cut ചെയ്ത് പുറത്തെടുക്കുന്നതിനെയാണ് നമ്മൾ elution എന്ന് പറയുന്നത് തെറ്റിക്കരുത്. Next question. Identify the substance used as matrix in gel electrophoresis. Gel electrophoresis la gel അതാണ് matrix. എന്താ അതിന്റെ പേര്? Agarose gel. Very good. Agarose gel. Next question. Multiple copies of a gene of interest can be synthesized through PCR. Expand PCR and write its step. PCR in the full form polymerase chain reaction. So polymerase chain reaction ആണ് PCR ന്റെ full form. What are its steps? Steps എന്തൊക്കെയാ PCR നുള്ള? 3 steps ആണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ആണ് denaturation. ഒന്നാമത്തെ സ്റ്റെപ്പ് denaturation. രണ്ടാമത്തെ സ്റ്റെപ്പ് primer annealing. Primer ne ഒട്ടിച്ചു വെക്കുന്നതാണ് primer annealing. മൂന്നാമത്തെ സ്റ്റെപ്പ് ആ ടാഗ് പോളിമറേസ് ഉപയോഗിച്ച് പ്രൈമറിനെ ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് അതാണ് പ്രൈമർ എക്സ്റ്റൻഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് ആണ് പ്രൈമർ എക്സ്റ്റൻഷൻ. ഓക്കെ ഇവിടെ പോളിമറൈസ് ചെയിൻ റിയാക്ഷന് യൂസ് ചെയ്യുന്ന എൻസൈമിന്റെ പേര് ടാഗ് പോളിമറൈസ്. ഏത് ബാക്ടീരിയത്തിൽ നിന്ന് കിട്ടിയ തെർമസ് അക്വാറ്റിക്കസ് മറന്നു പോരുതേ. നെക്സ്റ്റ് ഐഡന്റിഫൈ ദിസ് പ്രോസസ്. ഏതാ ഈ പ്രോസസ് ഏതാ? This is PCR, polymerase chain reaction. ഇതാണ് നമ്മുടെ പ്രോസസ്. What is the purpose of this technique? ഈ ടെക്നിക്കിന്റെ purpose എന്താ? എന്തിനു വേണ്ടിയിട്ടാ RDNA ടെക്നോളജിയിൽ നമ്മൾ ഈ PCR ചെയ്യുന്നത്? Yes, amplification of DNA ക്ക് വേണ്ടിയിട്ട്. DNA യുടെ multiple copies എടുക്കാൻ. That is amplification of DNA. DNA യുടെ multiple copies എടുക്കാൻ വേണ്ടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. What is the name of the thermostable DNA polymerase used? ഇവിടെ യൂസ് ചെയ്യുന്ന തെർമോസ്റ്റേബിൾ DNA പോളിമറൈസിന്റെ പേരെന്താ? ആ എൻസൈം വെരി ഗുഡ് ടാഗ് പോളിമറൈസ് എന്നാണ് അതിന്റെ പേര്. ടാഗ് പോളിമറൈസ്. ഇനി നെയിം ദ ബാക്ടീരിയം ഫ്രം വിച്ച് ദിസ് DNA പോളിമറൈസ് ഇസ് ഐസൊലേറ്റഡ്. ഏത് ബാക്ടീരിയത്തിൽ നിന്നാടാ ഈ ടാഗ് പോളിമറൈസിനെ കിട്ടുന്നത്? ഒരു തെർമോസ്റ്റേബിൾ ബാക്ടീരിയ ആയ തെർമസ് അക്വാറ്റിക്കസ്. യെസ് തെർമസ് അക്വാറ്റിക്കസിൽ നിന്നാണ് നമുക്ക് ഇതിനെ കിട്ടുന്നത്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Match the following. Cloning vector. ഈ തന്നിരിക്കുന്നതിൽ ക്ലോണിംഗ് വെക്ടർ ആരാ? നമ്മൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന ക്ലോണിംഗ് വെക്ടർ ഈക്വലി ക്ലോണിംഗ് വെക്ടർ PBr322. അയാൾ തന്നിട്ടുണ്ട് അതാണ് PBr322. Separation of DNA fragments. ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ജെൽ ഇലക്ട്രോഫോറസിസ് വഴി. അവരിതാ ഇലക്ട്രോഫോറസിസ് തന്നിട്ടുണ്ട്. PCR used for amplification of DNA. അതിന് വേണ്ടതാ ടാഗ് പോളിമറേസ് അവർ തന്നിട്ടുണ്ട്. Converts raw materials into specific products. Raw materials ne specific products ആക്കി മാറ്റുന്നത് ബയോറിയാക്ടറിൽ ഇട്ട അതാണ്ട് ബയോറിയാക്ടർ തന്നിട്ടുണ്ട്. പക്ക ഡൺ. ഇത്രയുമാണ് നമ്മളുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്. പെട്ടെന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസ് നോക്കിയോ. നെയിം എ ബയോ ഇൻസെക്ടിസൈഡ്. ഒരു ബയോ ഇൻസെക്ടിസൈഡ് സ്വയം ഇൻസെക്റ്റുകളെ കൊല്ലുന്ന ആ പ്ലാന്റിന്റെ പേരാണ് BT cotton. വെരി ഗുഡ് BT cotton. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് BT സ്റ്റാൻഡ്സ് ഫോർ? BT സ്റ്റാൻഡ്സ് ഫോർ ബാസിലസ് തുറിഞ്ചിയൻസിസ്. അത് മറക്കരുത്. BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്ടീരിയത്തിന്റെ പേര് ബാസിലസ് തുറിഞ്ചിയൻസിസ് എന്നാണ്. ഓക്കെ ഡൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Name 2 genes that control cotton bollworms. Cotton bollworms name, corn borer name. രണ്ടിനെയും നശിപ്പിക്കുന്നത് ക്രൈ ജീൻസ് ആ. സോ ഏതൊക്കെ ക്രൈ ജീൻസ് ആടാ കോട്ടൺ ബോൾവർംസിന്? ക്രൈ 1AC-യും ക്രൈ 2AB-യും. അങ്ങനെയാണെങ്കിൽ കോൺ ബോററിനാണെങ്കിലോ
ക്രൈ 1AB. എവിടുന്ന എടുക്കുന്നത്? ബാസിലസ് തുറിഞ്ചൻസിസ് എന്നുള്ള BT ടോക്സിന്റെ G. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, എക്സ്പാൻഡ് എലൈസ ആൻഡ് വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദിസ് പ്രോസസ്? എലൈസ ഫുൾ ഫോം എന്താ എലൈസയുടെ? എലൈസ മീൻസ് ഇറ്റ് ഇസ് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ sorbent assay. Immunosorbent assay. So enzyme linked immunosorbent assay and ELISA. What is the principle of this process? So ELISA യുടെ principle എന്താ? ELISA എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് പേര് തമ്മിലുള്ള interaction ആണ്. ആരൊക്കെയാണ് രണ്ട് പേര്? നമ്മളുടെ ആന്റിജൻ ആൻഡ് ആന്റിബോഡി. സോ അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻ. ഓക്കെ, ഒരു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മള് PCR ഉത്തരം പറഞ്ഞു, സോറി. നമ്മള് മോളിക്കുലാർ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയിട്ട് നമ്മൾ 3 സാധനങ്ങൾ ആപ്ലിക്കേഷൻ ഇൻ മെഡിസിൻ, ബയോടെക്നോളജിക്കൽ ആപ്ലിക്കേഷൻ മെഡിസിനിൽ നമ്മൾ മോളിക്കുലാർ ഡയഗ്നോസിസ് പഠിച്ചില്ലേടാ? അതായത് മോളിക്കുലാർ ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്യും. 3 സാധനങ്ങളെയാണ് മോളിക്കുലാർ ഡയഗ്നോസിസ് പഠിച്ചത്. ഏതൊക്കെയാ മോളിക്കുലാർ ഡയഗ്നോസിന് വേണ്ടിയിട്ടുള്ളത്? ഒന്ന് PCR, രണ്ടാമത്തത് ഈ പറഞ്ഞ എലൈസ, മൂന്നാമത്തത് എന്തായിരുന്നു? ഓട്ടോ റേഡിയോഗ്രാഫി. മറക്കരുത്, ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തത് ഓട്ടോ റേഡിയോഗ്രാഫി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് 3 uses of transgenic animals. ട്രാൻസ്ജെനിക് ആനിമൽസിന്റെ 3 uses എഴുതാൻ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ യൂസ് എന്താ? അവരെ they can be used to study the normal physiology and development. Normal physiology and development. Normal physiologyയും ഡെവലപ്മെന്റും പഠിക്കാൻ വേണ്ടി അവരെ നമുക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ യൂസ് എന്താ? അവരുടെ അസുഖം പഠിക്കാൻ വരെ യൂസ് ചെയ്യാം. They can be used to study a disease. അസുഖം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പിന്നെ എന്ത് ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം? വാക്സിൻ സേഫ് ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. സോ വാക്സിൻ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയും ഇവരെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നീട് എന്താ? ബയോളജിക്കൽ പ്രോഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ബയോളജിക്കൽ പ്രോഡക്ട്സ് ഏതൊക്കെയായിരുന്നു? ആൽഫ-1 ആന്റിട്രിപ്സിൻ ടു ട്രീറ്റ് എംഫിസിമ, റോസി പശുവിൽ നിന്ന് കിട്ടിയത് ഹ്യൂമൻ ആൽഫ ലാക്ടാൽബുമിൻ. മറക്കരുത്. Next question. The first clinical gene therapy was given to a 4-year-old girl child. What was the disease? ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന അസുഖം എന്താ? ജീൻ തെറാപ്പി കൊടുക്കാൻ വേണ്ടി കുട്ടിയുടെ അസുഖത്തിന്റെ പേരാണ് അഡിനോസിൻ ഡീഅമിനേസ് ഡെഫിഷ്യൻസി. സോ ADA ഡെഫിഷ്യൻസി ആയിരുന്നു കുട്ടിയുടെ അസുഖം. What was the cause of this disorder? എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നത്? Due to the deletion of the gene for ADA. ADA എന്ന് പറയുന്നതിനുള്ള ആ അഡിനോസിൻ ഡീഅമിനേസ് എന്ന് പറയുന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ജീൻ ഡിലീറ്റ് ആയി പോയതുകൊണ്ടാണ് ആ കുട്ടിക്ക് അസുഖം വന്നത്. ഓക്കെ, നെക്സ്റ്റ്. Healthy plants can be recovered from diseased plants by tissue culture. So healthy plantsനെ അസുഖം വന്ന പ്ലാന്റ്സിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത് എടുക്കാം. എങ്ങനെ പറ്റുമോ? പറ്റും. ടിഷ്യൂ കൾച്ചർ വഴി പറ്റും. അങ്ങനെ പറ്റണമെങ്കിൽ ടിഷ്യൂ കൾച്ചറിൽ നമ്മൾ എക്സ്പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയായിരിക്കണം? അതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഷുഡ് ബി സെലക്ടഡ് ആസ് എക്സ്പ്ലാന്റ്? ആര് വേണം? മെരിസ്റ്റംസ്. വെരി ഗുഡ്, കറക്റ്റ്, മെരിസ്റ്റംസ്. ഓക്കെ, സോ മെരിസ്റ്റംസിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ റീസൺ ഫോർ ദ സെലക്ഷൻ ഓഫ് ദിസ് പ്ലാന്റ് ആസ് എക്സ്പ്ലാന്റ്. എന്തുകൊണ്ടാണ് ഈ പ്ലാന്റിന്, ഈ ഒരു മെരിസ്റ്റത്തെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്? കാരണം മെരിസ്റ്റത്തിന് ഒരിക്കലും വൈറസ് ഇൻഫെക്ട് ചെയ്യത്തില്ല. ബിക്കോസ് മെരിസ്റ്റംസ് ആർ ഓൾവേസ് വൈറസ് ഫ്രീ. അവരെപ്പോഴും വൈറസ് ഫ്രീ ആയിരിക്കും. ഒരിക്കലും വൈറസ് ഇൻഫെക്ട് ചെയ്യത്തില്ല. ക്ലിയർ ആണോ? ഡൺ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മളുടെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, സമയം കളയണ്ട, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ചാപ്റ്റർ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. ഓർഗാനിസം ഞാൻ കട്ട് ചെയ്തു, വി നീഡ് ഓൺലി പോപ്പുലേഷൻസ്. പറഞ്ഞോ, ഇന്ററാക്ഷന്റെ പേരാ പറയേണ്ടത്. പ്ലസ് മൈനസ് ആണെങ്കിൽ പാരസൈറ്റിസം എന്ന് അവർ പറഞ്ഞു. ഇല്ലെങ്കിൽ അത് പ്രിഡേഷനും വരാം. അവർ തന്നുകൊണ്ട് നമ്മൾ പാരസൈറ്റിസം എഴുതി. പ്ലസ് മൈനസ് ഇന്ററാക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് പാരസൈറ്റിസോ എഴുതാം, പ്രിഡേഷനും എഴുതാം. മൈനസ് ഇന്ററാക്ഷൻ വിളിക്കുന്ന പേരാണ് കോമ്പറ്റീഷൻ. ഓക്കെ, പ്ലസ് ഇന്ററാക്ഷൻ വിളിക്കുന്ന പേരാണ് മ്യൂച്വലിസം. രണ്ടു പേർക്കും ഗുണമുള്ളത് മ്യൂച്വലിസം. +0 ഇന്ററാക്ഷൻ, ഒരാൾക്ക് ഗുണം, ഒരാൾക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല, അതിന് വിളിക്കുന്ന പേരാണ് കമൻസാലിസം.
നെക്സ്റ്റ് -0 ഇന്ററാക്ഷൻ, അതിന് വിളിക്കുന്ന പേരാണ് അമെൻസാലിസം. ഓക്കെ, മറന്നു പോരുത്. ഷുവർ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ദ ഇന്ററാക്ഷൻ ഇൻ വിച്ച് one organism captures and feeds on another. ഒരു ഓർഗാനിസം വന്ന് വേറൊരു ഓർഗാനിസത്തെ പിടിച്ചു തിന്നുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിഡേഷൻ. ഓക്കെ, സോ ക്യാപ്ചർ ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര്, അയാളാണ് പ്രിഡേറ്റർ. ആരെയാണോ കഴിക്കുന്നത്, ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് പ്രേ എന്നാ വിളിക്കുക. ഓക്കെ, സോ പ്രിഡേറ്റർക്ക് പ്ലസും പ്രേക്ക് മൈനസും. നെക്സ്റ്റ്, നെയിം ദ ഇന്ററാക്ഷൻ ഇൻ വിച്ച് one species is harmed, അതായത് മൈനസും, and the other is neither benefited nor harm, അതായത് 0. -0 ഇന്ററാക്ഷന്റെ പേരാണ് അമെൻസാലിസം. പറയുന്നുണ്ടോ ഇത്? ഓക്കെ, ഡൺ, പറയുന്നുണ്ട്. അമെൻസാലിസം. നെക്സ്റ്റ്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് present per unit area at a given time. ഒരു സ്ഥലത്ത് ആ ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ എത്രമാത്രം ഇൻഡിവിജ്വൽസ് കാണുന്നു, ഇറ്റ് ഈസ് കോൾഡ് n അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. വെരി ഗുഡ്, അതിനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മൈക്കോറൈസ മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആണെങ്കിൽ ലൈസ് ഓൺ ഹ്യൂമൻസ് എന്തിന് എക്സാമ്പിളാ? അത് പാരസൈറ്റിസത്തിന് എക്സാമ്പിളാ അല്ലെ? ലൈസ് ഹ്യൂമൻസിലുള്ള എക്ടോ പാരസൈറ്റുകളാണ്, പുറത്ത് താമസിക്കുന്ന പാരസൈറ്റാ. ഹ്യൂമൻസിൽ ഒരു എൻടോ പാരസൈറ്റ് പറയാൻ പറഞ്ഞാൽ ലിവർ ഫ്ലൂക്കും ടേപ്വോം ഒക്കെ പറയണം. ഓക്കെ, നെക്സ്റ്റ്, മോർട്ടാലിറ്റി നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ ആണെങ്കിൽ നമ്പർ ഓഫ് ബർത്ത് ഇൻ എ പോപ്പുലേഷൻ നമ്മൾ വിളിക്കുന്ന പേര് നെയ്റ്റാലിറ്റി എന്നാ പറയാം. ഓക്കെ, നെയ്റ്റാലിറ്റി. ഓക്കെ, ഡൺ. A mechanism that promote coexistence rather than exclusion. അതായത് രണ്ടുപേരും ഒരു സാധനത്തിന് വേണ്ടി കോമ്പറ്റീഷൻ നടത്തുമ്പോ ഒരുമിച്ച് പോവാൻ വേണ്ടി കോഎക്സിസ്റ്റൻസിന് വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന സാധനം ഏതാ? ആ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് റിസോഴ്സ് പാർട്ടീഷൻ. അതായത് ഈ സാധനം ഞാൻ ഈ ഒരു രാവിലെ കഴിച്ചോളാം, നീ വൈകുന്നേരം കഴിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ കോമ്പറ്റീഷൻ ഇല്ലല്ലോ, ഇല്ല. സോ അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. ആരുടെയാണ് റിസോഴ്സ് പാർട്ടീഷനിങ്? നമ്മുടെ മക്കാർദറിന്റെ വാർബ്ലേഴ്സ്. മക്കാർദർ അല്ലേ? മക്കാർദറിന്റെ വാർബ്ലേഴ്സിന്റെ എക്സാമ്പിൾസ്. ഓക്കെ, റിസോഴ്സ് പാർട്ടീഷനിങ്. നെക്സ്റ്റ്, രണ്ട് ഡയഗ്രാം തന്നിട്ടുണ്ട് അല്ലെ? ഇത് എ എന്ന് പറയുന്ന ഗ്രാഫും ഇത് ബി എന്ന് പറയുന്ന ഗ്രാഫും. രണ്ട് ഗ്രാഫ് തന്നിട്ടുണ്ട്. അതില് എ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേലോട്ട് പൊക്കൊണ്ടേ ഇരിക്കുക, ബി എന്ന് പറയാൻ നേരത്ത് ഇങ്ങനെ വന്നിട്ട് ക്യാരിയിങ് കപ്പാസിറ്റി എത്തിയപ്പോ സ്റ്റോപ്പ് ആയി. സോ വി ഹാവ് ടു ഐഡന്റിഫൈ ദ ഗ്രോത്ത് മോഡൽസ് എ ആൻഡ് ബി. സോ എ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രോത്ത് മോഡലാ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലോട്ട് പൊക്കൊണ്ടേ ഇരിക്കുക. സോ ഇറ്റ് ഇസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. അതാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. അത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ്. ബി ആണെങ്കിലോ, ബി ഇങ്ങനെ കേറി വന്നിട്ട് പിന്നെ ഇങ്ങനെ സ്റ്റഡി ആയി പോവാണ്, ക്യാരിങ് കപ്പാസിറ്റി ചെയ്തപ്പോ നിന്നു. അതാണ് വെരി ഗുഡ് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. യെസ്, വിച്ച് ടൈപ്പ് ഇസ് മോർ റിയലിസ്റ്റിക്? എക്സ്പോണൻഷ്യലും ലോജിസ്റ്റിക്കും ഉണ്ട്. ഇതിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം ഏതാ? അതേതാ? അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ലോജിസ്റ്റിക് ആണ്. 2ന്റെ ആൻസർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ആയിട്ടുള്ളത് ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണ് നമ്മളുടെ മോർ റിയലിസ്റ്റിക്. എന്തുകൊണ്ട്? വൈ ഇറ്റ് ഇസ് മോർ റിയലിസ്റ്റിക്? കാരണം ലോജിസ്റ്റിക് ഗ്രോത്ത് കർവിലാണ് റിസോഴ്സസ് ലിമിറ്റഡ്. സോ ഇവിടെ ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. സോ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും എപ്പോഴും ഒരു ഹാബിറ്റാറ്റിൽ കാണുക. സോ ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും ഹാബിറ്റാറ്റിൽ കാണുക. സോ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ടുള്ള ഗ്രാഫ് ആണ് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇന്ററാക്ഷൻ പ്ലസ് മൈനസ് വെച്ചിട്ടല്ല, എക്സാമ്പിൾ തന്നിട്ട് എക്സാമ്പിൾസ് എല്ലാം അറിഞ്ഞിരിക്കണം കേട്ടോ. ഓർക്കിഡ് ഓഫ്രിസും ബീസും തമ്മിലുള്ള ഇന്ററാക്ഷൻ, രണ്ടു പേർക്കും ഗുണമുള്ള ഇന്ററാക്ഷൻ, ഇറ്റ് ഇസ് കോൾഡ് മ്യൂച്വലിസം. ഓക്കെ, രണ്ടാമത്തത് ടിക്സും ഡോഗ്സും. ടിക്സിന് ഗുണവും ഡോഗ്സിന് ദോഷവുമാണ്. കാരണം എന്താ? ടിക്സ് പാരസൈറ്റ് ആണ്. സോ ഇറ്റ് ഇസ് പാരസൈറ്റിസം. ബർണക്കിൾസ് വെയിലിന്റെ പുറത്ത് താമസിക്കും. സോ ബർണക്കിൾസിന് ഗുണം, വെയിലിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. ഇറ്റ് ഇസ് കമൻസാലിസം. ഫംഗസും ഫോട്ടോസിന്തറ്റിക് ആൽഗയും ലൈക്കൻ രണ്ടു പേർക്കും ഗുണമുള്ളത്, ഇറ്റ് ഇസ് മ്യൂച്വലിസം. അബിങ്ടൺ ടോട്ടോയിസും ഗോട്ടും രണ്ടു പേർക്കും ദോഷം, രണ്ടുപേരും കോമ്പറ്റീഷൻ നടത്തുക. ഇന്ററാക്ഷന്റെ പേര് കോമ്പറ്റീഷൻ. സീ അനിമോണും ക്ലൗൺ ഫിഷും. സീ അനിമോണിന്റെ സ്റ്റിങ്ങിങ് ടെന്റക്കിൾസിന്റെ ഇടയിൽ ക്ലൗൺ ഫിഷ് താമസിക്കും. ക്ലൗൺ ഫിഷിന് ഗുണവും സീ അനിമോണിന് ഗുണവും ഇല്ല ദോഷവും ഇല്ല. സോ അതും എന്താണ്?
കമൻസാലിസം ആണ്. ഓക്കെ, ക്ലിയർ? സോ ബേസിക്കലി ഇത്രയും ഉള്ളൂ നമ്മളുടെ പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻസ്. സോ റോക്കറ്റ് റിവിഷൻ നമ്മളുടെ ഈ 3 ചാപ്റ്റേഴ്സിന്റെ ഇത്രയുമായിരുന്നു. ഡോണ്ട് വറി, എക്സാം സോ സിമ്പിൾ. നമുക്ക് ഭയങ്കര എളുപ്പമുള്ള എക്സാമാ, ആരും പേടിക്കണ്ട. എന്റെ മക്കൾ പോയി അടിപൊളിയായിട്ട് എഴുതിയിട്ട് വാ. സൂപ്പർ സിമ്പിൾ എക്സാമാ. ഓക്കെ, നമ്മൾ ഈ പഠിച്ച സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓൾ ദ വെരി ബെസ്റ്റ്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എന്താ അഖിൽ സാറിനെ വിളിക്കട്ടെ. അഖിൽ സാറും ബിലാൽക്കെ വെയിറ്റിംഗ് ആണ്. ഞാൻ ഓടിപ്പോട്ടെ, എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, സോ നന്നായിട്ട് എക്സാം എഴുതാം. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടാ. ബൈ, സീ യു. ഓക്കെ, സെറ്റാണോ? കമോൺ കമോൺ കമോൺ. അയ്യോ, അഖിലൊക്കെ കിടന്നുറങ്ങുവാണ് മക്കളെ, ഞാനേ ഉള്ളു. ഹായ്, ഹലോ ഹലോ ഹലോ. ആം ഐ ഓഡിബിൾ? കേൾക്കാമോ? ഗുഡ് മോർണിംഗ് ഓൾ. ഓക്കെ, ഹായ്. സോ നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഇതെല്ലാം രാത്രി തന്നെ. പക്ഷെ നമുക്ക് ക്വിക്കായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞ് വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. സോ വേഗം ആൻസർ പറഞ്ഞു കേട്ടോ. ഓക്കെ, ഞാൻ രാത്രി നിങ്ങൾക്കുള്ള മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ തന്നതാണ്. ഇനി മോട്ടിവേഷൻ ഒന്നുമില്ല, വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ അഖിൽ വരും, അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് പരിപാടി നടത്താം. ഓക്കെ, സോ എവിടെയാണ്? വെരി ഗുഡ്, ആംപ്യുല്ല അല്ലേ? ആംപ്യുല്ലയിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡിഫൈൻ പ്ലാസൻഡ. വാട്ട് ഈസ് പ്ലാസൻഡ? ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് ഫീറ്റസ്. മദറിനെയും ഫീറ്റസിനെയും കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കണക്ഷൻ. റൈറ്റ് എനി 2 ഹോർമോൺ സെക്രീറ്റഡ് ബൈ പ്ലാസൻഡ. പ്ലാസൻഡ ഉണ്ടാക്കുന്ന ഏതെങ്കിലും 2 ഹോർമോൺ പറയാൻ പറ്റുമോ? ഹ്യൂമൻ പ്ലാസൻഡൽ ലാക്ടോജൻ, ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോഫിൻ, പിന്നെ യു ക്യാൻ സേ ഈസ്ട്രോജൻ, പ്രൊജസ്റ്റിറോൺ അല്ലേ? ഏതും പറയാം. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് ദി സ്ട്രക്ചർ. ഏതാ കുട്ടികളെ ഈ സ്ട്രക്ചർ? ഒന്നാമത്തെ സ്ട്രക്ചർ എന്താ? മോറുലയാണ് അല്ലേ? ഒന്നാമത്തെ സ്ട്രക്ചർ മോറുലയാണ്, 8 to 16 സെല്ലുള്ള അവസ്ഥ. രണ്ടാമത്തെ സ്ട്രക്ചർ എന്താ? ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഈ ലെയറിന് എന്താ വിളിക്കുക? ട്രോഫോബ്ലാസ്റ്റ് എന്നല്ലേ വിളിക്കുക. ആൻഡ് വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഇന്നർ സെൽ മാസ് അല്ലേ? ദിസ് ഈസ് ഇന്നർ സെൽ മാസ്. ഓക്കെ, ഗുഡ്. അടുത്തത് ഡിഫൈൻ ഇംപ്ലാന്റേഷൻ. വാട്ട് ഈസ് ഇംപ്ലാന്റേഷൻ? ദ അറ്റാച്ച്മെന്റ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് ടു ദ എൻഡോമെട്രിയം ഓഫ് യൂട്രസ് അല്ലേ? യൂട്രസിന്റെ ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയത്തിലോട്ട് ബ്ലാസ്റ്റോസിസ്റ്റ് പോയി അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇംപ്ലാന്റേഷൻ എന്ന് പറയുക. ആ കാര്യവും പഠിച്ചു. അടുത്തത് വാട്ട് ഈസ് STI? എന്താ STI എന്ന് പറഞ്ഞാൽ? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലേ? നൗ ഗീവ് 2 എക്സാമ്പിൾസ്. നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത എക്സാമ്പിളുകൾ പഠിക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി, HIV, H വെച്ച് തുടങ്ങുന്ന ആളുകൾ, പിന്നെ ഹെർപ്പിസ് അല്ലേ? ജനൈറ്റൽ ഹെർപ്പിസ് അല്ലേ? ജനൈറ്റൽ ഹെർപ്പിസ്. ഇത് 3ഉം ക്യൂർ ചെയ്യാൻ പറ്റാത്ത STIകളാണ്. അങ്ങനത്തെ ഓർത്ത് വെക്കാം. ബാക്കി ക്യൂർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ? അങ്ങനെ ബാക്കിയുള്ളവരപ്പോൾ സിഫിലിസ്, ഗൊണേറിയ, ക്ലാമിഡിയാസിസ്, ട്രൈക്കോമോണിയാസിസ്, അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. അതൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റും. ബട്ട് ഇത് ക്യൂർ ചെയ്യാൻ പറ്റൂല. റൈറ്റ് എനി 2 പ്രിവെന്റീവ് മെഷേഴ്സ്. എന്താ പ്രിവെന്റീവ് മെഷേഴ്സ്? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്നേഴ്സ്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, പിന്നെ ഓൾവേസ് യൂസ് കോണ്ടം. ഇൻ കേസ് ഓഫ് ഡൗട്ട് ഗോ ആൻഡ് ഗെറ്റ് ട്രീറ്റഡ് അല്ലേ? സോ ദീസ് ആർ ദ പ്രിവെന്റീവ് മെഷേഴ്സ്. സെറ്റ് ആണല്ലോ. നോ മെൻഷൻ 2 പ്രോഗ്രാംസ് ഇംപ്ലിമെന്റഡ് ഇൻ ഇന്ത്യ ടു അറ്റൈൻ ടോട്ടൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഏതാ? ഒന്നാമത്തത് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമും രണ്ടാമത്തത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം അല്ലേ? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം. ക്ലിയർ ആണല്ലോ? ഓർമ്മയുണ്ടല്ലോ? കാര്യങ്ങളൊക്കെ സെറ്റ് ആണല്ലോ? 2 മാർക്കിന്റെ ചോദ്യമായിരുന്നു. അടുത്തത് ആംനയോസെന്റസിസ് എന്താണ്, എങ്ങനെയാണ് ചെയ്യാന്ന് ചോദിച്ചത്. സോ വാട്ട് ഈസ് ആംനയോസെന്റസിസ്? ഇൻ ആംനയോസെന്റസിസ് ദ ആംനയോട്ടിക് ഫ്ലൂയിഡ് ഈസ് കളക്റ്റഡ് അല്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ആംനയോട്ടിക് ഫ്ലൂയിഡിനെ കളക്ട് ചെയ്യും. ആൻഡ് എക്സാമിൻഡ് ഫോർ ഫീറ്റൽ ക്രോമസോം. ഓക്കെ, കുട്ടിയുടെ ക്രോമസോമുകൾക്ക് വേണ്ടി എക്സാമിനേഷൻ നടത്തും. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാം? ഫോർ ഡിറ്റക്റ്റിംഗ് സെക്സ് ഓഫ് ദ ഫീറ്റസ്, അതുപോലെ തന്നെ ഫോർ ഡിറ്റക്റ്റിംഗ് ജനറ്റിക് ഡിസോർഡേഴ്സ്. കുട്ടിക്ക് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളുണ്ടോ അതുപോലെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. വൈ ഇറ്റ് ഈസ് ബാൻഡ്? എന്തുകൊണ്ടാണ് അത് ബാൻ ചെയ്തത്? ടു പ്രിവെന്റ് ഫീമെയിൽ ഫീറ്റിസൈഡ്സ് അല്ലേ? പെൺകുട്ടി പലപ്പോഴും ഫീമെയിൽ ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാർ കൊന്നു കളയുമായിരുന്നു. ഫീമെയിൽ ഫീറ്റിസൈഡ് ഒഴിവാക്കാൻ വേണ്ടി, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആംനിയോസെന്റസിസ് ഇന്ത്യ മഹാരാജ്യത്ത് ബാൻ ചെയ്തത്. നോ ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ഓഫ് 2 couples ഹാവിംഗ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ആർ ഗിവൺ ബിലോ. ദ വുമൺ കനോട്ട് പ്രൊഡ്യൂസ് ആൻ ഓവം. ഒരു വുമണിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ ആണ് ചെയ്യുക അല്ലേ? ഗമീറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. നമ്മൾ മറ്റൊരു ഫീമെയിലിന്റെ ഓവം എടുത്തിട്ട് ഇവർക്ക് വെച്ചു കൊടുക്കും.
ഇവരുടെ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ച് കൊടുക്കും അല്ലേ. നമ്മളൊരു ഫീമെയിലിൽ നിന്ന് ഓവർ എടുക്കുക, ഇവരുടെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് വെച്ച് കൊടുക്കുക. വെരി ഗുഡ്. അടുത്തത്, മാൻ ഹാസ് വെരി ലോ സ്പേം കൗണ്ട് ഇൻ സെമൻ. മാനിൻ്റെ സെമനിൽ സ്പേം കുറവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. വെരി ഗുഡ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നൗ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെയിൽ ഹെറ്ററോഗാമിറ്റി, ഫീമെയിൽ ഹെറ്ററോഗാമിറ്റി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ കുട്ടികളെ? മെയിൽ ഹെറ്ററോഗാമിറ്റിയിൽ മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ് അല്ലേ. മെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്. ഫീമെയിൽ ഹെറ്ററോഗാമിറ്റിയിലോ ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമീറ്റ്സ്. രണ്ടിൻ്റെയും എക്സാമ്പിൾ, മെയിൽ ഹെറ്ററോഗാമിറ്റിയുടെ എക്സാമ്പിൾ ഏതൊക്കെ? XX-XY മെക്കാനിസം വിച്ച് ഈസ് സീൻ ഇൻ ഹ്യൂമൻസ് ആൻഡ് ഡ്രോസോഫില അല്ലേ. ഹ്യൂമൻസ് ആൻഡ് ഡ്രോസോഫില, ഹ്യൂമൻസിലും ഡ്രോസോഫിലയിലും കാണുന്ന XX-XY മെക്കാനിസവും XX-X0 മെക്കാനിസം വിച്ച് ഈസ് സീൻ ഇൻ ഗ്രാസ് ഹോപ്പർ അല്ലേ മക്കളെ. ഗ്രാസ് ഹോപ്പറിൽ കാണുന്ന XX-X0 മെക്കാനിസവും രണ്ടും എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫീമെയിൽ ഹെറ്ററോഗാമിറ്റിയുടെ എക്സാമ്പിൾ എന്താ? നമ്മൾ ബേർഡ്സിൽ കാണുന്ന ZZ-ZW മെക്കാനിസം അല്ലേ, വിച്ച് ഈസ് സീൻ ഇൻ ബേർഡ്സ്. ബേർഡ്സിൽ കാണുന്ന ZZ-ZW മെക്കാനിസം ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ, സെറ്റാണെടാ, പേടിക്കാനൊന്നുമില്ല. അടുത്തത്, ഐഡന്റിഫൈ ദ ജനറ്റിക് ഡിസോർഡർ. ഈ ജനറ്റിക് ഡിസോർഡർ ഏതാ? നമ്മൾ പലതവണ കണ്ട ഡിസോർഡർ ആണ്. ദിസ് ഈസ് നോർമൽ RBC, ദിസ് ഈസ് സിക്കിൾ ഷേപ്ഡ് RBC അല്ലേ. സോ ഇറ്റ് ഈസ് സീൻ ഇൻ സിക്കിൾ സെൽ അനീമിയ അല്ലേ. ഇറ്റ് ഈസ് സീൻ ഇൻ സിക്കിൾ സെൽ അനീമിയ. വെരി ഗുഡ്. അടുത്തത്, റൈറ്റ് ദ റീസൺ ഫോർ ദിസ് ഡിസോർഡർ. ഈ ഡിസോർഡർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാഗ്ലോബിൻ ചെയിൻ അല്ലേ. ഹ്യൂമൻ ഹീമോഗ്ലോബിൻ്റെ ബീറ്റാഗ്ലോബിൻ ചെയിനിലെ 6th പൊസിഷനിൽ സാധാരണ ഗ്ലൂട്ടാമിക് ആസിഡ് ആണ് വരേണ്ടത്, അതിന് പകരം അവിടെ എന്ത് വരിക? വാലിൻ വരിക. സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ, അതായത് റീപ്ലേസ്മെന്റ് ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അല്ലേ. നമ്മുടെ കോഡ് എന്തായിരുന്നു? വാലിൻ ആൻഡ് ഹിസ് ല്യൂതർ പ്രൊമോട്ടഡ് ഗ്ലൂട്ടാമിക് ആസിഡ് ടു ഗ്ലൂട്ടാമിക് ആസിഡ്. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിൽ 6ാമത്തെ പൊസിഷനിൽ ഗ്ലൂട്ടാമിക് ആസിഡ് മാറിയിട്ട് പകരം വാലിൻ വരിക. അടുത്തത്, കംപ്ലീറ്റ് ദ ടേബിൾ. ഓക്കെ, ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിൻ്റെ ജീനോടൈപ്പ് എന്താ? 44A+XXY. ദാറ്റ് ഈസ് ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം ആണ്. അവിടെ ഒരെണ്ണം എക്സ്ട്രാ വരുന്നു. 44A+X0 അല്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്താ കുട്ടികളെ? ദാറ്റ് ഈസ് വെരി ഗുഡ്, ടേണേഴ്സ് സിൻഡ്രോം ആണ്. ഇതെന്തായിരിക്കും? സ്റ്റെറൈൽ ഫീമെയിൽ ആയിരിക്കും. ഇവർ ഷോർട്ടായിരിക്കും, നീളം കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഓവറി റുഡിമെൻ്ററി ആയിരിക്കും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ ഒക്കെ ആബ്സെൻറ്റും ആയിരിക്കും അല്ലേ. ട്രൈസോമി 21 ഏതാ മക്കളെ? ഡൗൺസ് സിൻഡ്രോം ആണ്. ഡൗൺസിൻ്റെ എന്തൊക്കെ സിംറ്റങ്ങൾ നിങ്ങൾക്കറിയാം? ദർ വിൽ ബി മെൻ്റൽ റിട്ടാർഡേഷൻ, ആൾക്ക് ബുദ്ധി വളർച്ച ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഷോർട്ട് ആയിരിക്കും, നീളം കുറവായിരിക്കും. പാർഷ്യലി ഓപ്പൺഡ് മൗത്ത് ആയിരിക്കും. ഫറോവ്ഡ് ടങ് ആയിരിക്കും. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാലുള്ള ഹാർട്ടിൻ്റെ രോഗങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തത്, ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഏതിൻ്റെ എക്സാമ്പിളാണ്? ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. വെരി ഗുഡ്. ഇൻ കോഡോമിനൻസിൻ്റെ എക്സാമ്പിൾ ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്പിൾ അലീലിസം അല്ലേ. ഓൾസോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മൾട്ടിപ്പിൾ അലീലിസം അല്ലേ. മൾട്ടിപ്പിൾ അലീലിസത്തിൻ്റെ എക്സാമ്പിൾ കൂടിയാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തൊരു ചോദ്യം, വാട്ട് ഈസ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം? എന്താണ് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ഏതാ? ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ഏത് ഡിസോർഡറാ? ഫീനൈൽ കീറ്റോന്യൂറിയ അല്ലേ. വെറുതെ ഒന്ന് ഓർത്തേക്ക്, ഫീനൈൽ കീറ്റോന്യൂറിയ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ഇതിൻ്റെ കൂടെ എനിക്ക് ഓർമ്മ വന്നപ്പോൾ. നൗ ലുക്ക് അറ്റ് ദിസ് പെഡിഗ്രി. ഇത് ഏത് പെഡിഗ്രിയാണ്? ഇങ്ങനെ ഒരു പെഡിഗ്രി കണ്ടാൽ ഇത് ഏത് പെഡിഗ്രിയാണ്? ലുക്ക് അറ്റ് ദിസ് പെഡിഗ്രി. ഇത് ഏത് തരം ഡിസീസിൻ്റെ പെഡിഗ്രിയാണ്? ഇവിടെ യു ക്യാൻ സി മെയിൽസ് ആർ അഫക്റ്റഡ്. നോക്കൂ, ഇത്രയും ആൾക്ക് രോഗമുണ്ട്, ഇവരുടെ പാരൻസിന് രോഗമില്ല. കുട്ടികൾക്ക് രോഗമുണ്ടായി, പാരൻസിന് രോഗമില്ലെങ്കിൽ അത് റെസസീവ് ഡിസോർഡർ ആണ്. പിന്നെ ആണുങ്ങൾക്ക് മാത്രമേ രോഗമുള്ളൂ. ഈ ഒരു പെഡിഗ്രിയിൽ ആണുങ്ങളെ മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ അത് എന്ത് റെസസീവ് ആണ്? എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ് അല്ലേ. എക്സ് ലിങ്ക്ഡ് റെസസീവ് ആണ്. വെരി ഗുഡ്. അടുത്തത് നോക്കൂ, നിങ്ങൾ ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ലാക്കോപ്രോൺ. റൈറ്റ് ദ നെയിം ഓഫ് എൻസൈം ലേബിൾഡ് ABC. ഈ എൻസൈമുകളുടെ പേരൂടെ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, ഡയഗ്രാം നോക്കുക, എൻസൈമുകളുടെ പേര് പറയാം. വേഗം പറഞ്ഞോ. ഏതാ എൻസൈം? വേഗം പറ. ഏതാ എൻസൈം? വെരി ഗുഡ്, വെരി ഗുഡ്, യു ആർ റൈറ്റ്. ബീറ്റാ ഗാലക്ടോസിഡൈസ് അല്ലേ. ബീറ്റാ ഗാലക്ടോസിഡൈസ്. ബി ഏതാ കുട്ടികളെ? പെർമിയേസ്. സി ഏതാടാ? ട്രാൻസ് അസറ്റൈലേസ് ആണല്ലോ. ട്രാൻസ് അസറ്റൈലേസ് അല്ലേ. സോ വി ഹാവ് ബീറ്റാ ഗാലക്ടോസിഡൈസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ്. നൗ വിച്ച് ആക്ട് as the inducer of ലാക്കോപ്രോൺ? ലാക്കോപ്രോണിൻ്റെ ഇൻഡ്യൂസർ ആയിട്ട് ആരാ ആക്ട് ചെയ്യുന്ന കുട്ടികളെ? ലാക്ടോസ് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അലോ ലാക്ടോസ് അല്ലെ, രണ്ട് പേരും ആക്ട് ചെയ്യും. നോക്കൂ, ഈ ജീനിൻ്റെ മറ്റൊരു പേരെന്താണെന്നറിയോ? ലാക്ക് ഇൻഹിബിറ്റർ ജീൻ എന്നാണ് പറയാ. ലാക്ക് ഇൻഹിബിറ്റർ ജീൻ അല്ലേ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഓപ്പറേറ്റർ അല്ലേ മക്കളെ. ദിസ് ഈസ് ഓപ്പറേറ്റർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സോ
One of the salient features of genetic code is universal. Write any other salient features of genetic code. Genetic code മറ്റേതെങ്കിലും salient features പറയാൻ പറ്റുമോ? Yes, genetic code is a triplet. Genetic code triplet ആണ്. Then genetic code we have 3 stop codons അല്ലേ? There are totally 64 codons ഉണ്ട്. അതിലെ 3 എണ്ണം എന്താണ്? സ്റ്റോപ്പ് കോഡോണുകളാണ്. സ്റ്റോപ്പ് കോഡോൺ എങ്ങനെ ഓർക്കുക? ഊ ആഗ് ആഗ അല്ലെ, ഊ ആഗ് ആഗ അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ UAA UAG UGA ഇതെല്ലാം പറയാൻ പറ്റും. ആൻഡ് ജനറ്റിക് കോഡ് ഈസ് ഡീജനറേറ്റ് എന്ന് പറയാം. വൈ ഇറ്റ് ഈസ് ഡീജനറേറ്റ്? ചില ഒരുപാട് കോഡോണുകൾ, ഒരു അമിനോ ആസിഡിന് തന്നെ ഒന്നിലധികം കോഡോണുകൾ ഉണ്ടാവാം. മോർ ദാൻ വൺ കോഡോൺ കോഡ് ഫോർ എ സിംഗിൾ അമിനോ ആസിഡ്. ഒരു അമിനോ ആസിഡിന് തന്നെ ഒന്നിലധികം കോഡോണുകൾ ഉണ്ടാവാം. നൗ ഹൂ ഈസ് ദ സ്റ്റാർട്ട് കോഡോൺ ഓർ ഇനീഷ്യേറ്റഡ് കോഡോൺ? ദാറ്റ് ഈസ് യുവർ AUG. ആൻഡ് നെയിം ദ അമിനോ ആസിഡ് ഏതടാ? മെത്തിയോണിൻ അല്ലേ? അതിൻ്റെ കറസ്പോണ്ടിങ് അമിനോ ആസിഡ് ആരാ? മെത്തിയോണിൻ ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ പ്രോസസ് ഇൻ ദിസ് പിക്ചർ. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആക്ച്വലി റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ ആണ്. നെയിം എനി 2 എൻസൈംസ് നീഡഡ് ഫോർ റെപ്ലിക്കേഷൻ. നോക്കൂ, വാട്ട് ഈസ് ദിസ് സ്ട്രക്ചർ? ഈ സ്ട്രക്ചർ ആക്ച്വലി ശരിക്കും ഈ സ്ട്രക്ചർ എന്താണ്? ഇറ്റ് ഈസ് റെപ്ലിക്കേഷൻ ഫോർക്കാണ്. റെപ്ലിക്കേഷൻ നടക്കുന്ന ഫോർക്കാണ് അതല്ലേ? സോ ഈ റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാവാൻ DNA ഇങ്ങനെ വൈൻഡ് ചെയ്ത് കിടക്കുന്ന DNA അൺവൈൻഡ് ചെയ്ത് റെപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാ? ഹെലിക്കേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി DNA റെപ്ലിക്കേഷൻ്റെ മെയിൻ എൻസൈം ആരാ? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് അല്ലേ? DNA ഡിപ്പെൻഡൻറ്റ് DNA പോളിമറൈസ് ആണ്. 3 നമ്മുടെ ഈ ചെറിയ ഫ്രാഗ്മെൻറ്റുകൾ ഉണ്ടല്ലോ, ഇത് ഏത് സ്ട്രാൻഡാണ്? ദിസ് ഈസ് ലാഗിങ് സ്ട്രാൻഡ്. അപ്പോൾ ലാഗിങ് സ്ട്രാൻഡിൽ ഉണ്ടാകുന്ന ചെറിയ ഫ്രാഗ്മെൻറ്റുകളെ ജോയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ആളാരാ? ലൈഗേസ് ആണ്. DNA ലൈഗേസ് ആണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എൻസൈമുകളെല്ലാം നമ്മൾ പഠിച്ചു അല്ലേ? ഇത് ലാഗിങ് സ്ട്രാൻഡ് ആണെങ്കിൽ ഈ സ്ട്രാൻഡ് എന്താ? ലീഡിങ് സ്ട്രാൻഡ്. ഈ ചെറിയ ഫ്രാഗ്മെന്റുകളെ നമ്മൾ എന്താ വിളിക്കുക? ഓക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് അല്ലെ? ഓർമ്മയുണ്ടല്ലോ, ഓക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് എന്നായിരുന്നു നമ്മൾ വിളിക്കുക. ഓക്കെ, നൗ the question here is write the peculiarities of the newly synthesized daughter strands. പുതിയ ഡോട്ടർ സ്ട്രാൻഡ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? ദേ വിൽ ബി കോംപ്ലിമെന്ററി ടു ദ പാരന്റൽ സ്ട്രാൻഡ്. അതായത് ഈ സ്ട്രാൻഡുകളുടെ കോംപ്ലിമെന്ററി. എന്താ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ? അതിന്റെ കറസ്പോണ്ടിങ് ബേസുകളായിരിക്കും പുതിയ സ്ട്രാൻഡിൽ ഉണ്ടാവുക. സോ ദാറ്റ് ആഫ്റ്റർ റെപ്ലിക്കേഷൻ ദർ വിൽ ബി 1 പാരന്റൽ സ്ട്രാൻഡ് ആൻഡ് 1 ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡ്. അല്ലെ? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ കുട്ടികളെ? ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? വെരി ഗുഡ്. സെമി കൺസർവേറ്റീവ് ആണ് അല്ലേ? സെമി കൺസർവേറ്റീവ് DNA റെപ്ലിക്കേഷൻ ആണ്. നൗ നെയിം ദ സയന്റിസ്റ്റ് ഹു ഡെവലപ്ഡ് DNA ഫിംഗർ പ്രിന്റിംഗ്. DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്ക് നമുക്ക് പറഞ്ഞു തന്ന സയന്റിസ്റ്റ് ആരടാ? അലക് ജെഫ്രീസ് ആണ് അല്ലേ? സർ അലക് ജെഫ്രീസ് ആണ് DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്ക് പറഞ്ഞു തന്നത്. ലിസ്റ്റ് ദ സ്റ്റെപ്സ്. എന്തൊക്കെയാ സ്റ്റെപ്പ്? നമ്പർ 1 ഐസോലേഷൻ ഓഫ് DNA നെ ഐസോലേറ്റ് ചെയ്യുക. നമ്പർ 2 എന്താ കുട്ടികളെ? ഡൈജഷൻ ഓർ ഫ്രാഗ്മെന്റേഷൻ യൂസിങ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് അല്ലെ? റെസ്ട്രിക്ഷൻ എൻസൈമുകൾ യൂസ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യുക, ഫ്രാഗ്മെന്റേഷൻ ചെയ്യുക. മൂന്നാമത്തെ എന്താ കുട്ടികളെ? സെപ്പറേഷൻ യൂസിങ് ഇലക്ട്രോഫോറസിസ് അല്ലേ? ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ച് ഈ ഫ്രാഗ്മെന്റുകളെല്ലാം സെപ്പറേറ്റ് ചെയ്യുക. നാലാമത്തെ സ്റ്റെപ്പ് എന്താ? അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത ഫ്രാഗ്മെന്റുകളെ ബ്ലോട്ടിങ് നടത്തുക. എന്താ ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ട്രാൻസ്ഫർ ചെയ്യുക. ട്രാൻസ്ഫറിങ് ടു എങ്ങോട്ടാ? നൈട്രോസെല്ലുലോസ് അല്ലേ മക്കളെ? ടു നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ ഷീറ്റ് അല്ലേ? നൈലോൺ ഷീറ്റിലേക്ക് മാറ്റുക. അഞ്ചാമത്തെ എന്താ കുട്ടികളെ? ഹൈബ്രിഡൈസേഷൻ ചെയ്യുക. അങ്ങനെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ ചെയ്യുക യൂസിങ് റേഡിയോ ലേബിൾഡ്. ഓക്കെ, അങ്ങനെ പറയണമെന്നില്ല, പറ്റുമെങ്കിൽ ഈ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. റേഡിയോ ലേബിൾഡ് എന്ന് ആ ടേം പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹൈബ്രിഡൈസേഷൻ യൂസിങ് VNTR പ്രോബ് അല്ലേ? VNTR പ്രോബ് ഉപയോഗിച്ച് ഹൈബ്രിഡൈസേഷൻ നടത്തുക. ആറാമത്തെ സ്റ്റെപ്പ് എന്താ? ഓട്ടോ റേഡിയോഗ്രഫി അല്ലേ മക്കളെ? ഓട്ടോ റേഡിയോഗ്രഫി. ഈ സ്റ്റെപ്പുകൾ എന്തായാലും പഠിച്ചോട്ടാ. ചോദിക്കുമ്പോഴൊക്കെ 3 മാർക്കിനാണ് ചോദിക്കുക. ആ മാർക്ക് അങ്ങ് പോയി പോകും കേട്ടോ. ഈ ചാപ്റ്ററിന് ആകെ 6 മാർക്കാണ്, അതിലെ 3 മാർക്ക് ഈ ഒരു ചോദ്യത്തും അങ്ങ് പോയി പോകും. ഓക്കെ, അങ്ങനെ സംഭവിക്കരുത്. വാട്ട് ഈസ് YAC? ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. BAC എന്താ? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. EST എന്താ? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് അല്ലടാ? എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. VNTR എന്താ? വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. SNP എന്താ? സിംഗിൾ ന്യൂക്ലിയോടൈഡ്
പോളിമോർഫിസം, സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം. PCR എന്താ? പോളിമറൈസ്ഡ് ചെയിൻ റിയാക്ഷൻ. UTR എന്താ? അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ അല്ലെ, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ. ഓക്കെ, നൗ യൂസിങ് ദ ഗിവൺ ടേംസ് ഇൻ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ദ എവല്യൂഷണറി സ്റ്റേജസ്. വി ഹാവ് ഡ്രയോപിത്തേക്കസ്, ഇറ്റ് ഈസ് മോർ എയ്പ്പ് ലൈക്ക്, കുറച്ചുകൂടെ കുരങ്ങിനോട് സാദൃശ്യമുള്ള ആളാണ്. അത് കഴിഞ്ഞാൽ റാമാപിത്തേക്കസ്, ഇത് കുറച്ചുകൂടെ മാൻ ലൈക്കാണ്, കുറച്ചുകൂടെ മനുഷ്യനോട് സാദൃശ്യമുള്ളതാണ്. പിന്നെ ആരടാ? പിന്നെ ഓസ്ട്രലോപിത്തേക്കസ് ആണ്. പിന്നെ ഹോമോ ഇബിലീസ് ആണ് അല്ലെ, ഹബിലിസ് ആണ്. പിന്നെ ആരടാ? ഹോമോ ഇറക്റ്റസ് ആണ്. പിന്നെ നിയാണ്ടർത്താൽ മേൻ ആണ്. പിന്നെ ഹോമോ സാപ്പിയൻസ് ആണ്. ഇവരുടെ ബ്രെയിൻ കപ്പാസിറ്റി ഓർക്കണം. ഹബിലീസ് 650 to 800 ബ്രെയിൻ കപ്പാസിറ്റി. ഇത് അറൗണ്ട് 900 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ഇത് അറൗണ്ട് 1400 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. നമുക്ക് ഈസ്റ്റ് ഏഷ്യയിൽ ആരാ ഉണ്ടായിരുന്നു ചോദിക്കും. ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിൽ നിയാണ്ടർത്താൽ മേൻ ആയിരുന്നു. എവിടെയായിരുന്നു? ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയിലായിരുന്നു നിയാണ്ടർത്താൽ മേൻ അധിവസിച്ചിരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്. മെൻഷൻ എനി ടു തിയറീസ് ദാറ്റ് എക്സ്പ്ലെയിൻ ഒറിജിൻ ഓഫ് ലൈഫ്. ഏതെങ്കിലും 2 തിയറി പറയാൻ പറ്റുമോ? നമ്മൾ ഇപ്പോൾ സയൻറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നത് കെമിക്കൽ എവല്യൂഷൻ തിയറിയിലാണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് സയൻറ്റിസ്റ്റ്. ഓക്കെ, കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. അതുപോലെ തന്നെ നമുക്ക് പാൻസ്പേമിയ, അനേകം തിയറികളുണ്ട്. ഞാൻ തൽക്കാലം 2 തിയറി പറഞ്ഞതേ. കെമിക്കൽ എവല്യൂഷൻ തിയറി നമുക്ക് പറഞ്ഞെന്നാരാ? ഒപ്പാരിനും അതുപോലെ തന്നെ ഹാൽഡൈനും കൂടി ചേർന്നിട്ടാണ്. ഒപ്പാരിനും ഹാൽഡൈനും കൂടെയാണ്. സെറ്റ് അല്ലേ? നാച്ചുറൽ സെലക്ഷൻ തിയറി ആരുടേതാ മക്കളെ? ഡാർവീനിയൻ തിയറിയാണ്, ഡാർവിനിസം അല്ലെ. കെമിക്കൽ എവല്യൂഷൻ തിയറി എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ച ആളാരാ? നമ്മുടെ SL മില്ലറാണ്. അത് ശേഷം ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് പറയുന്ന തിയറി ഏതാ? ബിഗ് ബാങ് തിയറിയാണ്. യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ, 2 രീതിയിലും പറയാം. അതാരടാ? നമ്മുടെ ലാമാർക്ക്, ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിന്റെ തിയറിയാണത് കേട്ടോ. ഡിഫൈൻ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. എന്താ? ദ അലീലിക് ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ വിൽ ബി കോൺസ്റ്റന്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ഒരു പോപ്പുലേഷനിലെ അലീലിൻ്റെ ഫ്രീക്വൻസി ഒരു ചേഞ്ചും വരാതെ തലമുറകളോളം നിലനിൽക്കും. അത് എത്ര തലമുറ വന്നാലും ചേഞ്ച് വരില്ല എന്നാണ് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ദ സം ടോട്ടൽ ഓഫ് ഓൾ ഫ്രീക്വൻസീസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഒരു അലീലിൻ്റെ ഫ്രീക്വൻസി പിയും മറ്റേ അലീലിൻ്റെ ഫ്രീക്വൻസി ക്യൂ ആണെങ്കിൽ രണ്ടിൻ്റെയും കൂടി സം ടോട്ടൽ, 2 ഫ്രീക്വൻസിയും കൂടി കൂട്ടിയാൽ 1 ആയിരിക്കും. അത് രണ്ടാമത്തെ പോയിന്റിൻ്റെ ഒരു ഇക്വേഷൻ ആണ് ഈ P+Q=1 എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ ഇക്വേഷൻ ആണ് P² + 2PQ + Q² = 1 എന്ന് പറയുന്നതും. ക്ലിയർ ആണല്ലോ? ദ സം ടോട്ടൽ ഓഫ് ഓൾ ഫ്രീക്വൻസീസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. ഈ 2 പോയിന്റ് ആണ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ. നോ മെൻഷൻ എനി 4 ഫാക്ടേഴ്സ്. ഏതൊക്കെ കുട്ടികളെ? ഒന്ന്, എൻ്റെ കൂടെ പറഞ്ഞ ജീൻ മൈഗ്രേഷൻ അല്ലെങ്കിൽ ജീൻ ഫ്ലോ അല്ലേടാ. രണ്ടാമത്തെ എന്താടാ മക്കളെ? ജനറ്റിക് ഡ്രിഫ്റ്റ് അല്ലേ, ജനറ്റിക് ഡ്രിഫ്റ്റ്. മൂന്നാമത്തെ എന്താ മക്കളെ? ജനറ്റിക് റീകോമ്പിനേഷൻ അല്ലേ, ജനറ്റിക് റീകോമ്പിനേഷൻ. നാലാമത്തെ എന്താ മക്കളെ? മ്യൂട്ടേഷൻ. അഞ്ചാമത്തെ എന്നാ മക്കളെ? നാച്ചുറൽ സെലക്ഷൻ അല്ലേ, അഞ്ചാമത്തെ എന്നാണ് നാച്ചുറൽ സെലക്ഷൻ. So these are the factors affecting ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലേ. ഇനി ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നൈറ്റ് ഡിസ്കസ് ചെയ്യാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്ത ഇതാണ്. ദ പോപ്പുലേഷൻ ഓഫ് വൈറ്റ് ആൻഡ് ഡാർക്ക് കളേർഡ് പെപ്പേർഡ് മോത്ത്, അതായത് മോത്ത് ഇൻ ഇംഗ്ലണ്ട് ഇൻ certain years are given. Analyze the bar diagram on the basis of natural selection. Prepare a note on it. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. 1850 വൈറ്റ് മോത്തുകളുടെ എണ്ണമായിരുന്നു കൂടുതൽ. പക്ഷെ 1920 ആയപ്പോഴത്തേക്ക് ഡാർക്ക് മോത്തുകളുടെ എണ്ണം കൂടുതലായി. വൈ ഇറ്റ് ഹാപ്പൻഡ്? ഇതാണ് ചോദ്യം. നോക്കൂ, 1850 ഇംഗ്ലണ്ടിൽ വ്യവസായവൽക്കരണം നടന്നിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. നോക്കൂ, ഈ ഒരൊറ്റ പോയിന്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. നോക്കൂ, ഇൻ 1850 ദാറ്റ് വാസ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിന് മുൻപുള്ള കാലഘട്ടമായിരുന്നു. അന്നത്തെ പ്രത്യേകത ട്രീ ട്രങ്ക്സ് വേർ കവേർഡ് വിത്ത് ദ ഗ്രോത്ത് ഓഫ് വൈറ്റ് ലൈക്കൺസ്, വൈറ്റ് കളർ ലൈക്കൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആർക്കാ കൂടുതൽ സർവൈവ് ചെയ്യാൻ പറ്റുക? വൈറ്റ് മോത്ത് സർവൈവ്ഡ് മോർ. കാരണം പ്രിഡേറ്റേഴ്സിന് ഡാർക്കിനെയാണ് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുക. വെള്ള ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളയാളിരുന്നാൽ സ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഡാർക്ക് ആളെ വേഗം സ്പോട്ട് ചെയ്യാം. ഓക്കെ, സോ വൈറ്റ് മോത്ത് സർവൈവ്ഡ് മോർ. അതുകൊണ്ട് തന്നെ മോർ വൈറ്റ് മോത്ത്, അപ്പോൾ ഡാർക്കിൻ്റെ എണ്ണം കുറവായിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഇൻ 1920s? ഇൻ 1920 ദാറ്റ് ഈസ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണത്തിന് ശേഷമാണ്. സോ വാട്ട് ഹാപ്പൻസ്? ലൈക്കൺ ഡിസപ്പിയർ ചെയ്തു. ലൈക്കൺ ഡിസപ്പിയർ
ഡിസപ്പിയേർഡ്, ലൈക്കൺ അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തു. സോ ബാക്ക്ഗ്രൗണ്ട് എന്തായി? ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയി. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആരെയാ പക്ഷികൾക്ക് വേഗം കാണാൻ പറ്റുക? വൈറ്റ് മോത്തിനെയാണ്. സോ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡാർക്ക് മോത്താണ് കൂടുതൽ സർവൈവ് ചെയ്തത്. ഡാർക്ക് മോത്ത് സർവൈവ്ഡ് മോർ. സോ ദിസ് ഈസ് ആക്ച്വലി എ നാച്ചുറൽ സെലക്ഷൻ അല്ലേ. നോക്കൂ, എൻവയോൺമെന്റിൽ ഏറ്റവും സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആളാരാണോ അയാളുടെ എണ്ണം കൂടും, മറ്റേയാളുടെ എണ്ണം കുറയും അല്ലേ. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നൗ മില്ലർ അയാളുടെ എക്സ്പെരിമെന്റിന് ഏതൊക്കെ ഗ്യാസുകളാണ് എടുത്തത്? മില്ലർ അയാളുടെ എക്സ്പെരിമെന്റിന് ഏതൊക്കെ ഗ്യാസുകളാണ് എടുത്തത്? പെട്ടെന്ന് പറഞ്ഞോളൂ. മില്ലേഴ്സ് എക്സ്പെരിമെന്റിൽ ഏതൊക്കെ ഗ്യാസുകളാണ് എടുത്തത്? വേഗം പറ. യെസ്, മീഥൈന്. ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു ഓപ്ഷൻ മാറ്റിത്തരാം. നോക്കൂ, മീഥൈന്, പിന്നെ അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ അല്ലേ. സോ യെസ്, മില്ലർ. വണ്ണ് എടുക്കാൻ പറ്റുമോ? വണ്ണില്ല, NO2 ഒന്നും എടുത്തിട്ടില്ല. മീഥൈന്, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ കേട്ടോ. അടുത്ത, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി. വാട്ട് ഈസ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി? ഹിയർ അവർ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് ആക്ടിവേറ്റഡ് ആൻഡ് ആൻറ്റിബോഡീസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ അവർ ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആൻറ്റിബോഡികളെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ പാസീവ് ഇമ്മ്യൂണിറ്റി? ഇൻ പാസീവ് ഇമ്മ്യൂണിറ്റി ready-made antibodies are given to your body. Ready-made antibodies are given അല്ലെ, ടു പ്രൊട്ടക്റ്റ് എ പേഴ്സൺ. ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ആൻറ്റി വെനം ഗിവൺ ഇൻ സ്നേക്ക് പോയിസണിങ്. ആൻഡ് നമ്മുടെ അമ്മയുടെ സ്നേഹത്തിൻ്റെ പര്യായമായിട്ട് IgA ആൻറ്റിബോഡി ഗിവൺ ഇൻ കൊളസ്ട്രോം അല്ലേ. കൊളസ്ട്രോത്തിലൂടെ നമുക്ക് കിട്ടുന്ന IgA ആൻറ്റിബോഡി പറയാം. പിന്നെ ടെറ്റനസ് ഒക്കെ വന്നാൽ നമ്മൾ ടെറ്റനസ് ആൻറ്റി ടോക്സിൻ എന്ന് പറഞ്ഞ് കൊടുക്കും. ക്ലിയർ ആണല്ലോ? ഇതെല്ലാം നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. സേ നോ ടു ഡ്രഗ്സ്. നമുക്ക് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ യൂസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? അവോയ്ഡ് അൺഡ്യൂ പ്രഷർ അല്ലേ. അവോയ്ഡ് അൺഡ്യൂ പ്രഷർ. ഓക്കെ, അനാവശ്യമായ പ്രഷർ ഒഴിവാക്കുക. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് അല്ലേ. എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും ആളുകൾക്ക്. ദെൻ മൂന്നാമത്തെ എന്താ? സീക്കിംഗ് ഹെൽപ്പ് ഫ്രം പാരൻസ് ആൻഡ് ടീച്ചേഴ്സ് അല്ലേ. പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, പാരൻസിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നൊക്കെ ഹെൽപ്പ് തേടുക. നാലാമത്തെ എന്താ? ലുക്കിംഗ് ഫോർ ഡേഞ്ചർ സൈൻ. നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡേഞ്ചർ സൈൻ നോക്കുക, അവരെ പെട്ടെന്ന് തന്നെ അവരെ ഇന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അഞ്ചാമത്തായിട്ട് സീക്കിംഗ് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ് തേടുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ മെഡിക്കൽ കോളേജിൽ ഇഷ്ടം പോലെ ആളുകൾ ഡി അഡിക്ഷൻ വാർഡ്, മെഡിക്കൽ കോളേജിൽ 41ാമത്തെ വാർഡായിട്ടാണ് ഡി അഡിക്ഷൻ വാർഡ്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ചെറുപ്പക്കാരായ നിങ്ങളൊക്കെ പ്രായമുള്ളവർ ഇതിനെല്ലാം അടിമപ്പെട്ട് പിന്നെ വന്ന് കിടക്കുന്ന. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രൊഫഷണൽ ആൻഡ് മെഡിക്കൽ ഹെൽപ്പ് തേടേണ്ടി വരും. നിങ്ങൾ ആരും അങ്ങനെ ആവാതിരിക്കട്ടെ. സോ ദാറ്റ്സ് ഇറ്റ്. സോ ക്യാൻസർ കോസിങ് ഏജൻസ് ആർ കോൾഡ്. ക്യാൻസർ ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരെന്താ? കാഴ്സിനോജൻസ് എന്നാട്ടോ വിളിക്കുക, കാഴ്സിനോജൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബിനൈൻ ട്യൂമർ ആൻഡ് മാലിഗ്നൻ ട്യൂമർ. നോക്കൂ, ബിനൈൻ ട്യൂമറും മാലിഗ്നൻ ട്യൂമറും എന്നുള്ള മെയിൻ വ്യത്യാസം എന്താ? ഒന്ന്, ഇൻവേഷൻ ഉണ്ടാകൂല. സറൗണ്ടിങ് ടിഷ്യൂകൾ ദേ ഡു നോട്ട് ഇൻവേഡ് ടു സറൗണ്ടിങ് ടിഷ്യൂസ്. ആരെ? ബിനൈന്. ബട്ട് മാലിഗ്നൻ ട്യൂമേഴ്സ് ദേ ഇൻവേഡ് ടു സറൗണ്ടിങ് ടിഷ്യൂസ്. രണ്ടാമത്തെ എന്താ? മെറ്റാസ്റ്റാസിസ് അല്ലേ. സോ നോ മെറ്റാസ്റ്റാസിസ് ഇൻ ബിനൈൻ ട്യൂമർ, ബട്ട് മാലിഗ്നൻ ട്യൂമർ മെറ്റാസ്റ്റസൈസ്. അവർ മെറ്റാസ്റ്റാസിസ് ഉണ്ടാവും, മെറ്റാസ്റ്റാസിസ് ഈസ് പ്രസൻറ്റ്. അതുപോലെ ബിനൈൻ ട്യൂമറിൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ആയിരിക്കും, ഇത് കുറച്ചുകൂടെ ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ആക്ച്വലി നമ്മൾ ഈ മാലിഗ്നൻ ട്യൂമറിനാണ് ശരിക്കും ക്യാൻസർ എന്ന് പറയട്ടോ. നിങ്ങൾ NCERT-കാർക്ക് ബോധം ഇല്ലാത്തതുകൊണ്ട് അവരതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. You got the point? That's it. അടുത്ത്, innate immunity is characterized by providing different types of barriers. What are the 4 types of barriers? ഏതൊക്കെയാണ് മക്കളെ? We have physical barriers, and then we have physiological barriers, then we have cellular barriers അല്ലേ. then we have cellular barriers, then we have cytokine barriers. So these are the barriers. Physical ഏതൊക്കെയാടാ? നമ്മുടെ സ്കിന്ന്, മ്യൂക്കസ് കോട്ടിങ്, നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള സ്കിന്നും മ്യൂക്കസ് കോട്ടിങ്ങും. ഫിസിയോളജിക്കലോ? നമ്മുടെ ടിയേഴ്സ്, വായിലുള്ള സലൈവ, ഉമിനീര്, അതുപോലെ ആസിഡ് ഇൻ സ്റ്റൊമക്ക്, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ്, ഇതെല്ലാം പറയാം. സെല്ലുലാർ ബാരിയേഴ്സ് ആരൊക്കെ? നമ്മുടെ ബ്ലഡിലുള്ള B and T ലിംഫോസൈറ്റ് പറയരുത്, ബാക്കി ആരെയും നിങ്ങൾ പറഞ്ഞു, ബാക്കി ആരെ പറഞ്ഞാലും കുഴപ്പമില്ല, ലിംഫോസൈറ്റ് പറയാൻ ഞാൻ മതി. WBCകളുടെ കൂട്ടത്തിൽ കേട്ടോ. ന്യൂട്രോഫിൽ പറയാം, ദെൻ മോണോസൈറ്റ് പറയാം, ദെൻ മാക്രോഫേജ്, നമ്മുടെ ടിഷ്യൂകളിലുള്ള മാക്രോഫേജുകളെ പറയാൻ പറ്റും നിങ്ങൾക്ക്. ദെൻ നാച്ചുറൽ കില്ലർ സെൽസ്, ഇവരെല്ലാവരും എന്താണ്? സെല്ലുലാർ
സെല്ലുലാർ ബാരിയേഴ്സ് പെട്ട ആളുകളാണ്. സൈറ്റോകൈൻ ബാരിയർ എന്താ കുട്ടികളെ? ഇൻ്റർഫെറോൺ അല്ലേ, ഇൻ്റർഫെറോൺ. ആക്ച്വലി വൈറസ് ഇൻഫെക്റ്റഡ് സെല്ലുകൾ ഉണ്ടാക്കുന്ന കെമിക്കലാണ് ഇൻ്റർഫെറോൺ, വിച്ച് പ്രൊട്ടക്ട് സറൗണ്ടിങ് സെൽസ് ഫ്രം വൈറൽ ഇൻഫെക്ഷൻ. ആ സറൗണ്ടിങ് സെല്ലിനും കൂടെ വൈറൽ ഇൻഫെക്ഷൻ വരുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും അല്ലേ മക്കളെ? വെരി ഗുഡ്. അടുത്തത് കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഗിവൺ ബിലോ. നോക്ക്, നമ്മുടെ ഓരോ ഡ്രഗുകളും അവർ എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, എവിടെ നിന്നാണ് കിട്ടുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഡ്രഗ് ആൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, നമ്മുടെ GI ട്രാക്റ്റിലും CNSലും ആക്ട് ചെയ്യുന്ന ഡ്രഗ് ഒപ്പിയോയിഡ് ആണെടാ, ഒപ്പിയോയിഡ് ആണ് കേട്ടോ. എവിടുന്നാണ് കിട്ടുക? പെപ്പാവർ സൊംനിഫെറത്തിൽ നിന്നാണ് കിട്ടുക, പെപ്പാവർ സൊംനിഫെറത്തിൽ നിന്നാണ് കിട്ടുക. കനാബിനോയിഡ് നമ്മുടെ ബ്രെയിനിൽ പോയിട്ടാണ് ആക്ട് ചെയ്യുക. എവിടുന്നാണ് കിട്ടുക? കനാബിസ് സറ്റൈവയിൽ നിന്നാണ് നമുക്ക് കിട്ടുക. കൊക്ക ആൽക്കലോയിഡ് ഇറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ ഇൻ ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലെ ഡോപ്പാമിൻ്റെ ആക്ഷനുമായിട്ടാണ് ഇയാൾ ഇൻ്റർഫിയർ ചെയ്യുക. ഇറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ ആക്ഷൻ ഓഫ് ഡോപ്പാമിൻ ഇൻ യുവർ ബ്രെയിൻ ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം എറിത്രോക്സൈലം കൊക്ക. നൗ ലുക്ക്, ഈ ഒപ്പിയോയിഡ് എന്ത് എഫക്റ്റാണ് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാക്കുക എന്നറിയോ? ഇറ്റ് ഈസ് എ ഡിപ്രസൻറ്റ്. ഇത് നിങ്ങളുടെ ബോഡി ഫങ്ഷനെ മൊത്തം ഒന്ന് ഡിപ്രസ് ചെയ്യുന്ന ഇതൊരു ഡിപ്രസൻ്റ് ആണ്. ഇറ്റ് സ്ലോ ഡൗൺസ് ദ ബോഡി ഫങ്ഷൻസ്. നമ്മുടെ ബോഡി ഫങ്ഷൻസിനെ സ്ലോ ഡൗൺ ചെയ്യും. ബട്ട് കനാബിനോയിഡ് പ്രൊവൈഡ് യു യൂഫോറിയ, ഇറ്റ് പ്രൊവൈഡ് സം എനർജി ആൻഡ് ഇറ്റ് ഹാസ് എഫക്റ്റ് ഓൺ യുവർ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. നിങ്ങളുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിലും ഇയാൾക്ക് ചെറിയ റോളുണ്ട്. NCERT തള്ളി വിട്ടൊക്കെ കേട്ടോ, ശരിക്കും ഇല്ല, കാര്യമായിട്ട് റോളൊന്നുമില്ല. പക്ഷെ NCERT അങ്ങനെ പറയുന്നുണ്ട്. ഇറ്റ് ഹാസ് എഫക്റ്റ് ഓൺ, ഇറ്റ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് എഫക്റ്റ് ഓൺ കാർഡിയോ വാസ്കുലാർ സിസ്റ്റം. നമ്മുടെ ഹാർട്ടിൽ ഭയങ്കര എഫക്റ്റ് ഉണ്ടെന്നൊക്കെ NCERT പറയുന്നു. ഓക്കെ, നമുക്ക് പഠിച്ചു വെക്കാം. നൗ കൊക്ക ആൽക്കലോയിഡിൻ്റെ എഫക്റ്റ് എന്താ? ഇറ്റ് പ്രൊഡ്യൂസ് യൂഫോറിയ ആൻഡ് ഇൻക്രീസ്ഡ് എനർജി. ഓക്കെ, ഇത് നിങ്ങൾക്കൊരു യൂഫോറിയ ഉണ്ടാക്കും ആൻഡ് ഇൻക്രീസ്ഡ് എനർജി, മൊത്തത്തിൽ എനർജി ഒക്കെ കൂട്ടുന്ന ഒരു ആളാണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ, എക്സസീവ് ഡോസേജ് ക്യാൻ കോസ് ഹാലൂസിനേഷൻ. കൊക്ക ആൽക്കലോയിഡ്, കൊക്കൈന് നിങ്ങൾ ഭയങ്കരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹലൂസിനേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് ഈ ഹലൂസിനേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുക, ഇല്ലാത്ത കാര്യങ്ങൾ കാണുക, ഇതൊക്കെയാണ് ഹലൂസിനേഷൻ എന്ന് പറയുക. നെയിം എനി ടു ഡ്രഗ്സ് യൂസ്ഡ് അഗെയിൻസ്റ്റ് അലർജി. അലർജിക്കെതിരെ നമ്മൾ കൊടുക്കുന്ന മരുന്ന് എന്തൊക്കെ അറിയും? ഒന്ന്, ഞങ്ങൾ ആൻറ്റി ഹിസ്റ്റാമിൻ മരുന്നുകൾ കൊടുക്കാറ്. നിങ്ങൾ സെട്രിസിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതൊക്കെ ആൻറ്റി ഹിസ്റ്റാമിൻ മരുന്നുകളാണ്. രണ്ട്, നമുക്ക് സ്റ്റിറോയിഡുകൾ കൊടുക്കുക, സ്റ്റിറോയിഡ്സ് കൊടുക്കുക, പലതരം സ്റ്റിറോയിഡുകൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്രിനാലിൻ കൊടുക്കുക കേട്ടോ. ദീസ് ആർ ദ ഡ്രഗ്സ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ, അലർജി ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ. ഐഡൻറ്റിഫൈ ദ ഗിവൺ മോളിക്യൂൾ. ഇത് ഏതാ? ദിസ് ഈസ് ആൻറ്റിബോഡി. അതിലെ ദിസ് ഈസ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. ഇത് ലൈറ്റ് ചെയിന്, ഇത് ഹെവി ചെയിന്. ഓക്കെ, മെൻഷൻ 2 ടൈപ്സ് ഓഫ് ഇമ്മ്യൂൺ റെസ്പോൺസസ് ഇൻ ഹ്യൂമൻ ബോഡി. ഏതൊക്കെയാ? വി ഹാവ് ഹ്യൂമോറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലേ? ഹ്യൂമോറൽ റെസ്പോൺസ് ഉണ്ട്, ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ട്. നോക്കൂ, ഏത് റെസ്പോൺസാ ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണമാവുന്നത്? അക്കോർഡിംഗ് ടു NCERT ഇയാളാണ് ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണമാവുന്നത് അല്ലേ? സെൽ മീഡിയേറ്റഡ് റെസ്പോൺസ് ആണ് ഗ്രാഫ്റ്റ് റിജക്ഷന് കാരണമാവുന്നത്. ക്ലിയർ അല്ലേ? വെരി ഗുഡ്. നൗ മൈക്രോബ്സ് കോൾഡ് ബേക്കേഴ്സ് ഈസ്റ്റ്. സെറ്റ് അല്ലേ? ഓക്കെ, നൗ ഹൂ ഈസ് ബേക്കേഴ്സ് ഈസ്റ്റ്? സെക്കാരോമൈസസ് സെറിലീസിയെ. അയാളെ തന്നെയാണ് നമ്മൾ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും വിളിക്കുന്നത്. നെയിം മൈക്രോബ്സ് വിച്ച് പ്രൊഡ്യൂസ് ഫോളോയിങ് മോളിക്യൂൾ. സൈക്ലോസ്പോറിൻ ഏതാ? ട്രൈക്കോഡേർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസ് ആണ്. ഇതിൻ്റെ ആക്ഷൻ എന്താ? ഇറ്റ് ഈസ് ആൻ ഇമ്മ്യൂണോ സപ്രസൻ്റ് അല്ലേ? നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യുന്നൊരു സാധനമാണ്. സ്റ്റാറ്റിൻ നമുക്ക് എവിടുന്നാണ് കിട്ടുക? മൊണാസ്കസ് പെർപ്യൂരിയസ് എന്ന് പറയുന്ന ഈസ്റ്റിൽ നിന്നാണ്. ഇറ്റ് ഈസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ് അല്ലേ? ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ്. ഇത് ലോവറിങ് കേട്ടോ, കുറക്കുന്ന ഏജന്റ് ആണ്. സെറ്റ് ആണല്ലോ? സെറ്റ് അല്ലേ? വെരി ഗുഡ്. ഹു ഡിസ്കവർഡ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് പെനിസിലിൻ? സർ അലക്സാണ്ടർ ഫ്ലെമിംഗ് അല്ലേ? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെനിസിലിനെ കണ്ടെത്തുന്നത്. റൈറ്റ് ദ യൂസ് ഓഫ് ഫോളോയിങ് മൈക്രോബിയൽ പ്രൊഡക്റ്റ്. പെക്ടിനേസ്, പ്രോട്ടിയേസ് എന്തിനാണ് യൂസ് ചെയ്യുക? പെക്ടിനേസും പ്രോട്ടിയേസും എന്തിനാണ് യൂസ് ചെയ്യുക? ടു ക്ലാരിഫൈ ഫ്രൂട്ട് ജ്യൂസസ് അല്ലേ? ഫ്രൂട്ട് ജ്യൂസസിനെ ക്ലാരിഫൈ ചെയ്യാൻ. സ്ട്രെപ്റ്റോകൈനേസ് എന്തിനാണ് യൂസ് ചെയ്യുക? ഫോർ ഇറ്റ് ആക്ട് എസ് എ ക്ലോട്ട് ബസ്റ്റർ ഇൻ പേഷ്യൻ്റ് ഹൂ ഹാവ് അണ്ടർഗോൺ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഉണ്ടായ പേഷ്യൻറ്റിൽ ക്ലോട്ടിനെ ബസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സ്ട്രെപ്റ്റോകൈനേസ് എവിടുന്നാണ് കിട്ടുക? സ്ട്രെപ്റ്റോകോക്കസിൽ നിന്നാണ് കിട്ടുക. ട്രൈക്കോഡേർമ പോളിസ്പോറം സൈക്ലോസ്പോറിനെ. മൊണാസ്കസ് പെർപ്യൂരിയസ് സ്റ്റാറ്റിൻ നമ്മൾ പറഞ്ഞു. സെക്കാരോമൈസസ് സെറിലീസിയന് എഥനോൾ ഉണ്ടാക്കാൻ. ആസ്പെർഗിലസ് നൈഗറിന് സിട്രിക് ആസിഡ് ഉണ്ടാക്കാൻ.
സെറ്റ് അല്ലേ? വെരി ഗുഡ്. അടുത്തത് വാട്ട് ഈസ് നമ്മൾ ഓർഗാനിക് പൊല്യൂട്ടൻ ഇൻ സീവേജ്. സീവേജിൽ എത്രത്തോളം ഓർഗാനിക് വേസ്റ്റുകൾ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? ബൈ മെഷറിംഗ് BOD അല്ലേ? വാട്ട് ഈസ് BOD? ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഫുൾ ഫോം ചോദിക്കൂട്ടാ. Now, how does biofertilizers increase the soil fertility? മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എങ്ങനെയാ ബയോഫെർട്ടിലൈസേഴ്സ് കൂട്ടുന്നത്? ത്രൂ നൈട്രജൻ ഫിക്സേഷൻ, മെയിൻലി ത്രൂ നൈട്രജൻ ഫിക്സേഷൻ ആണ്. ഇത് ശരിക്കും 2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ സ്പ്ലിറ്റ് ചെയ്താണ്. ഗിവ് 2 എക്സാമ്പിൾസ്. 2 എക്സാമ്പിൾ പറയാൻ പറ്റുമോ? സിംബയോട്ടിക് ആയിട്ട് നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഒരാളാണ് ആര്? റൈസോബിയം അല്ലെ? റൈസോബിയം. പിന്നെ സിംബയോട്ടിക് അല്ലാതെ ചെയ്യുന്ന ആളുകളാണ് അസോസ്പൈറില്ലവും അസോട്ടോബാക്ടറും. അസോട്ടോബാക്ടറും. പിന്നെ നമുക്ക് ഒരുപാട് സയനോ ബാക്ടീരിയകൾ അറിയാം. ഏതൊക്കെ അറിയാം? അനബീന, നോസ്റ്റോക്ക്, ഒസിലറ്റോറിയ. ഓർമ്മണ്ട? അനബീന, നോസ്റ്റോക്ക്, ഒസിലറ്റോറിയ. ഇത്തരം സയനോ ബാക്ടീരിയകളെല്ലാം തന്നെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ആളുകളാണ്. റെഡി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അടുത്തത് സെലക്ട് ബയോ കൺട്രോൾ ഏജന്റ് ഫ്രം ദ ഗിവൺ മൈക്രോബ്സ്. ഏതാടാ? റൈനോ വൈറസ് നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആളാണ്. പൈക്കോർണ വൈറസ് വേറെ തരം രോഗം ഉണ്ടാക്കുന്ന, അഡിനോ വൈറസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ആളുകളാണ്. ബാക്കുലോ വൈറസ് ആണ് നമ്മൾ ബയോ കൺട്രോൾ ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കുലോ വൈറസിലെ തന്നെ ഏത് ഗ്രൂപ്പിനെയാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യാന്നറിയോ? ന്യൂക്ലിയോ പോളിഹെഡ്രോ വൈറസുകളെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അടുത്തത് expand BOD, biochemical oxygen demand. What is BOD? Actually definition എന്താ? It is the amount of oxygen consumed by aerobic bacteria to oxidize organic material present in 1 liter of waste water. It is the amount of oxygen consumed by aerobic bacteria to oxidize, that is to digest, okay, to oxidize organic matter present in 1 liter of waste water. Clear ആണല്ലോടാ? ക്ലിയർ അല്ലേ? That is biochemical oxygen demand. Okay, അടുത്തത്. Okay, so look, BOD of some water is given below. Which water is more polluted? ഏതാണ് more polluted? 300 ഉള്ള ഏറ്റവും കൂടുതൽ BOD ആർക്കാണോ അതാണ് more polluted. What is flocks? എന്താ flock എന്ന് പറഞ്ഞാൽ? It is a network, a mesh like structure. It is a mesh like structure formed by fungal filaments. ഇത് നമ്മുടെ ഫംഗസിന്റെ ഫിലമെന്റ്സ് ആണ്. Fungal filaments and then bacteria. So the bacteria associated with fungal filaments to form mesh like structure അല്ലെ? This is called flocks. ഇത് എവിടെയാണ് ഉണ്ടാവുക? ഇൻ സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലേ? നമ്മൾ സീവേജിന്റെ സെക്കൻഡറി ട്രീറ്റ്മെന്റിലാണ് നമുക്ക് ഇങ്ങനെ കിട്ടുക. റൈറ്റ് 4 മേജർ കോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഏതൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കോസ് ഏതാ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ അല്ലേ? ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. രണ്ടാമത്തെ എന്താടാ മക്കളെ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ? ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. മൂന്നാമത്തെ എന്താടാ? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ അല്ലേ? ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. നമ്മുടെ ലേക്ക് വിക്ടോറിയ, ഈസ്റ്റ് ആഫ്രിക്കയിലെ വിക്ടോറിയ നദിയിലേക്ക് നൈൽ പെർച്ച് എന്ന് പറയുന്ന ഭീമാകാരൻ മത്സ്യത്തെ കൊണ്ടുപോയിട്ടപ്പോൾ ആ ലേക്ക് വിക്ടോറിയയിൽ ഉണ്ടായിരുന്ന കിച്ചിലിഡ് ഫിഷുകളെല്ലാം നശിച്ചുപോയി. സോ ഇറ്റ് വാസ് എൻ എക്സാമ്പിൾ ഓഫ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ അല്ലേ മക്കളെ? നമ്മുടെ നാട്ടിലത്തെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ക്ലാരിയാസ് ഗാരിയപ്പിനസ് എന്ന് പറയുന്ന, നോക്കടാ, ക്ലാരിയാസ് ഗാരിയപ്പിനസ് എന്ന് പറയുന്ന ആഫ്രിക്കൻ കാറ്റ് ഫിഷുകൾ, ആഫ്രിക്കൻ മുഷികൾ, ഇറ്റ് ഈസ് പോസിങ് എ ത്രെറ്റ് ടു അവർ ഇൻഡിജനസ് കാറ്റ് ഫിഷസ്. നമ്മുടെ നാട്ടിലെ സാധാരണ കാറ്റ് ഫിഷുകൾക്ക് ഒരു ത്രെറ്റായിട്ട് ഇവരിവിടെ വളരുകയും ആ കാറ്റ് ഫിഷുകളൊക്കെ നശിച്ചു പോകാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട്. മറ്റൊരു എക്സാമ്പിളാണ് ലെൻഡാന, അതുപോലെ ഐക്കോർണിയ ക്രാസിപ്പസ് എന്ന് പറയും. നമ്മുടെ ഈ എന്താ പറയുക, കുളവാഴ എന്നൊക്കെ പറയുന്ന ആ സാധനം. ഐക്കോർണിയ, ലെൻഡാന, പാർത്തീനിയം, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലത്തെ കേസിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. പാർത്തീനിയം എന്നോ ലെൻഡാന എന്നോ അല്ലെങ്കിൽ ഐക്കോർണിയ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിലത്തെ കുറച്ച് എക്സാമ്പിളുകളാണ്. ദെൻ എനിവേ, നാലാമത്തെ എന്താണ് കുട്ടികളെ? നാലാമത്തത് കോ എക്സ്റ്റിങ്ഷൻ അല്ലേ? കോ എക്സ്റ്റിങ്ഷൻ ആണ് നാലാമത്തത്. ആൻഡ് ദീസ് ആർ ടുഗദർ കോൾഡ്, ഇവരെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരെന്താ? ഈവിൾ കോർട്ടറ്റ്. ചിലപ്പോൾ ഇത് ചോദിക്കൂട്ടെ, എന്താണ് സിംഗിൾ ടേം എന്ന് ചോദിക്കും. ഈവിൾ കോർട്ടറ്റ്. ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് പോപ്പുലറൈസ്ഡ് ബൈ, ആരാണ് മക്കളെ ബയോഡൈവേഴ്സിറ്റിയെ പോപ്പുലറൈസ് ചെയ്ത സയൻറ്റിസ്റ്റ് ആരാടാ? സർ എഡ്വാർഡ് വിൽസൺ ആണ് അല്ലേ മക്കളെ? എഡ്വാർഡ് വിൽസൺ ആണ്. നോക്കടാ, ആരാണ് നമുക്ക് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പറഞ്ഞു തന്നത്? സർ പോൾ ഏളിച്ച് ആയിരുന്നു അല്ലെ? പോൾ
ഏർലിച്ച് ആയിരുന്നു. പോൾ ഏർലിച്ച് ആണ് നമുക്ക് എന്ത് പറഞ്ഞു തന്നത്? റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് പറഞ്ഞു തന്നത്. ദെൻ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് നമുക്ക് പറഞ്ഞു തന്ന ആരുടെ? അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് നമുക്ക് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് പറഞ്ഞു തന്ന ആൾ അല്ലേ. സോ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻസിറ്റു ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ സൈറ്റ് കൺസർവേഷൻ, in which the animals or the plants they are protected in their natural habitat. നമ്മൾ ആ പ്ലാന്റിനെയും ആനിമലിനെയും ഒക്കെ അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റിൽ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇൻ സിറ്റു. ബട്ട് ഇൻ എക്സിറ്റു കൺസർവേഷൻ ദേ ആർ പ്രൊട്ടക്റ്റഡ് ഔട്ട്സൈഡ് ദെയർ ഹാബിറ്ററ്റ് ഇൻ സ്പെഷ്യൽ ഹ്യൂമൻ കെയർ, അണ്ടർ സ്പെഷ്യൽ ഹ്യൂമൻ കെയർ. അല്ലേ മക്കളെ? വെരി ഗുഡ്, വെരി ഗുഡ്. എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഇൻ സിറ്റു കൺസർവേഷൻ്റെ എക്സാമ്പിൾ എന്തൊക്കെ പറയാൻ പറ്റും? വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ ബയോസ്ഫിയർ റിസർവുകൾ, ഹോട്ട്സ്പോട്ടുകൾ, സെയ്ക്രഡ് ഗ്രൂവുകൾ, ഇതെല്ലാം എക്സാമ്പിളാണ്. മറ്റേതിൻ്റെ എക്സാമ്പിളോ? സോളജിക്കൽ പാർക്ക്, ബോട്ടാണിക്കൽ ഗാർഡന്, സീഡ് ബാങ്കുകൾ, വൈൽഡ് ലൈഫ് സഫാരി പാർക്കുകൾ, അതുപോലെ തന്നെ ക്രയോ പ്രിസർവേഷൻ ഓഫ് ഗാമീറ്റ്സ്. ദാറ്റ് ഈസ് ഗാമീറ്റ്സ് ക്യാൻ ബി പ്രിസർവ്ഡ് ഇൻ ലിക്വിഡ് നൈട്രജൻ ഫോർ വെരി ലോങ് പീരീഡ്സ് ഇൻ വയബിൾ കണ്ടീഷൻ. വയബിൾ എന്ന് പറഞ്ഞാൽ ജീവനോടെ ആ ഗാമീറ്റുകളുടെ ഒരു ക്വാളിറ്റിയും നഷ്ടപ്പെടാതെ തന്നെ ഗാമീറ്റ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ക്യാൻ ബി കെപ്റ്റ് ഫോർ ലോങ് ഇൻ ലിക്വിഡ് നൈട്രജൻ. വർഷങ്ങളോളം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ആക്ച്വലി ക്രയോ പ്രിസർവേഷൻ അല്ലേ? ക്രയോ പ്രിസർവേഷൻ of gametes. So all comes here. Now observe the graph and answer the following questions. S, A, Z, C ഓരോന്നും എന്താ നോക്ക്? നമ്മുടെ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിന്റെ ഗ്രാഫാണ്. S ഈക്വൽ ടു CA⁻Z. ലോഗ് അപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് അറിയാമല്ലോ. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീഷീസ് റിച്ച്നെസ്. ദെൻ എ എന്ന് പറഞ്ഞാൽ എന്താടാ? ഏരിയ. സി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് വൈ ഇന്റർസെപ്റ്റ്. ലോഗരിതം വെച്ചിട്ടുള്ള ഗ്രാഫിന്റെ വൈ ഇന്റർസെപ്റ്റ് ആണ് എന്ത്? സി എന്ന് പറയുന്നത്. സെഡ് എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പ് ആണ്. സ്ലോപ്പിന്റെ വാല്യൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ചെറിയ ഏരിയ നോക്കുക വെച്ചാൽ 0.1-ൻ്റെയും 0.2-ൻ്റെയും ഇടയിലായിരിക്കും. എൻ്റയർ കോണ്ടിനെൻ്റ്, ഒരു വലിയ കോണ്ടിനെൻ്റ് ഒക്കെ പോലെയുള്ള വലിയ ഏരിയ എടുക്കുക വെച്ചാൽ 0.6-ൻ്റെയും 1.2-ൻ്റെയും ഇടയിലായിരിക്കും. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എന്ന് അതിനെ പറയാറുണ്ട്. സെഡിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ് കൂടി കൂടി വരുന്നു എന്നാണ് അർത്ഥം. റെഡി ആണല്ലോ? സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ഡിസ്കഷൻ. ഞങ്ങളുടെ അഖിൽ സാർ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ അഖിൽ സാറിനെ വിളിച്ചുകൊണ്ട് വരാം. ഓക്കെ, ഐ ഹോപ്പ് എവറിതിങ് ഈസ് ക്ലിയർ ഫോർ യു. നമ്മൾ ഇന്നലെ രാത്രി കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്തു. സോ ഓൾ ദി ബെസ്റ്റ്. രാത്രി കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ്. ലവ് യു ഓൾ. ബൈ. ഓൾ ദി ബെസ്റ്റ്. എക്സാം നന്നായിട്ട് എഴുതുക. ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടുക. നിരന്തരമായിട്ട് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഷ്ടപ്പെടുക. തന്നെ നിങ്ങളോട് ഞാൻ പറയാറുള്ളൂ. തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. ജീവിതം മനോഹരമായിരിക്കട്ടെ നിങ്ങളുടേത്. അതിനപ്പുറത്ത് നല്ല മനുഷ്യരായിരിക്കാൻ ഓൾവേസ് ശ്രമിക്കുക. ഓക്കെ, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടീശ്വരനാവുക, കോടികൾ ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. മനുഷ്യന്മാരോട് സ്നേഹം ഉണ്ടാവുക. മനുഷ്യന്മാർക്കെതിരെ ഒരു അനീതി നടക്കുമ്പോണ്ടല്ലോ, ആ അനീതിക്കെതിരെ സംസാരിക്കാനുള്ള മിനിമം കറേജ് ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, ലവ് യു ഓൾ. ബൈ. ദിസ് ഈസ് മൈ ഫൈനൽ മെസ്സേജ്. ഓക്കെ, ഒരാൾക്കെതിരെ ഒരു അനീതി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മിനിമം അതിനെതിരെ പറയാൻ പറ്റണം. അതിന് കറേജുള്ള മനുഷ്യരാവുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം. കോടീശ്വരനാവുക എന്നുള്ളതൊന്നുമല്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലവ് യു ഓൾ. ബൈ. ഹലോ ഗൈസ്, എല്ലാവരും പോയോ? 2.3 ഉണ്ടാ? ഞാൻ ഇപ്പൊ എഴുന്നേറ്റ് വന്നേ ഉള്ളടാ. മുഖത്ത് കുറച്ച് വ്യത്യാസം കാണും. സാറിന്റെ ബെസ്റ്റിയോ? ആരുടെ? ബിലാൽ സാറിന് ബെസ്റ്റിയൊക്കെ ഉണ്ടാ? പഠിച്ചവനെ കണ്ടാൽ എന്തൊരു മാന്യൻ. ഓക്കെ, ആയിക്കോട്ടെ മക്കളെ, എല്ലാരും പഠിച്ചോടാ. ഓക്കെ, സംസാരിക്കാൻ തീരെ ടൈമില്ലല്ലേ? വേഗം പോയേക്കാം. അഖിലേട്ടൻ ഓക്കേടാ. ഇത് നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്റർ അല്ലേടാ, വേറെ ഒന്നും പറയാനൊന്നും ഇല്ലല്ലോ. വേഗം ഒന്ന് പഠിച്ചു വെച്ചേര്. എടാ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിലെ സ്റ്റെപ്പുകളൊന്ന് നോക്കി വെച്ചൊന്ന് പറഞ്ഞു തന്നെ. എനിക്ക് ഡൗൺ സ്ട്രീം പ്രോസസ്സിലെ സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു തന്നെ. ഡൗൺ സ്ട്രീമിലെ ബയോടെക്നോളജിയിൽ ഞാനിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് കുട്ടികൾ പഠിക്കാത്ത ഒരു കുട്ടി വിളിച്ചപ്പോൾ ചോദിച്ച ഡൗട്ടാണ്. ഡൗൺ സ്ട്രീമിലെ സ്റ്റെപ്പുകൾ ഏതാന്നാ ചോദിച്ചു. പറഞ്ഞു തന്നെ ഡൗൺ സ്ട്രീമിലെ സ്റ്റെപ്പുകൾ. സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. അല്ല മക്കളെ, ഡൗൺ സ്ട്രീമിൽ കുറെ ഉണ്ടടാ. ഏതൊക്കെ? ആദ്യം എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ, 2 പ്യൂരിഫിക്കേഷൻ, മൂന്നാമത്തെ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുക, 4 എന്താ? ക്ലിനിക്കൽ ട്രയല്, ലാസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. 5 സ്റ്റെപ്പ് ഉണ്ട്, ഓർത്ത് വെക്കണം. 5 സ്റ്റെപ്പ് ഉണ്ട് ഡൗൺ സ്ട്രീം പ്രോസസ്സിൽ. ഒന്നെന്താ? എക്സ്ട്രാക്ഷൻ ഓഫ് പ്രൊഡക്റ്റ്, 2 പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്, 3 എന്താ? ആഡിങ് പ്രിസർവേറ്റീവ്, 4 എന്താ വരിക?
ക്ലിനിക്കൽ ട്രയല്, 5 എന്താ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഈ 5 സ്റ്റെപ്പ് എഴുതിയാലേ ഡൗൺ സ്ട്രീം പ്രോസസ്സിലെ കംപ്ലീറ്റ് ആകുള്ളൂ കേട്ടോ. ഈ 5 സ്റ്റെപ്പ് എഴുതി വെക്കണം. ഡൗൺ സ്ട്രീം പ്രോസസ് എന്താണ്, അതിന്റെ സ്റ്റെപ്പ് എന്താന്ന് ചോദിച്ചാല് ബയോളജിസ്റ്റിക്കും ജീൻ ഗണ്ണും ഒക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ വേറെന്താ ചോദിക്കുക, ഹീറ്റ് ഷോക്ക് അറിയാലോ, എങ്ങനെ ഒരു സെല്ലിനെ കോമ്പിറ്റന്റ് ആക്കാം അതും അറിയാലോ. അതൊക്കെ കഴിഞ്ഞ വട്ടം വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വേഗം ഓർത്ത് വെച്ചേക്കണം കേട്ടോ മക്കളെ. ബയോറിയാക്ടറിന്റെ ചിത്രം ഓർത്ത് വെക്കണം, അത്രേ ഉള്ളൂ. പിന്നെ PCR, അഗ്രോ ഇലക്ട്രോഫോറസിസ് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വേറൊന്നും ഇല്ല. ഓക്കെ, എഴുതി കാണിക്കുമെന്നോ? ഇത് തന്നെ ഇപ്പൊ എഴുതി കാണിക്കട്ടെ, നോക്കട്ടെ, ശ്രദ്ധിച്ചോ. ഇതാണ് നമ്മുടെ എവിടുത്തെ സ്റ്റെപ്പ്. ഇത് കുറെ ഉള്ളോണ്ടേ എനിക്ക് ഏറ്റവും ലാസ്റ്റ് ആണ് തോന്നുന്നു നമ്മുടെ PPT. ഓക്കെ, നോക്കടാ, നമ്മുടെ ഇതിലെ സ്റ്റെപ്പുകൾ ഇത് ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ എന്താണെന്നറിയാമോ? സെപ്പറേഷൻ ഓഫ് പ്രൊഡക്റ്റ്. നോക്കിക്കോ, പഠിച്ചോ. സെപ്പറേഷൻ ഓഫ് പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്യുക, വേർതിരിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ എന്നും പറയാം. രണ്ടാമത്തെ എന്താ, ആ വേർതിരിച്ചതിനെ പ്യൂരിഫൈ ചെയ്യുക. എന്താ? പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്. രണ്ടാമത്തെ എന്താ സാറേ? പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റാ. മൂന്നാമത്തെ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുക, അഴുക്കാകാതിരിക്കാൻ. എന്താ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുക, അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ്. നാലാമത്തെ മക്കളെ ക്ലിനിക്കൽ ട്രയല്. ഒരുപാട് പേഷ്യൻസിൽ ഈ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യും, അതാണ് ക്ലിനിക്കൽ ട്രയല്. ലാസ്റ്റ് സ്റ്റെപ്പാണ് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ക്വാളിറ്റി നോക്കും, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഈ 5 സ്റ്റെപ്പും കൂടെ ചേർന്നതാണ് ഏത്? ഡൗൺ സ്ട്രീം പ്രോസസ്. പറ, എന്താടാ ഡൗൺ സ്ട്രീം പ്രോസസ്? പറ, ഡൗൺ സ്ട്രീം പ്രോസസ്സിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാ? പറ, ഏതൊക്കെ? സെപ്പറേഷൻ ഓഫ് പ്രൊഡക്റ്റ്, പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്, ആഡിങ് പ്രിസർവേറ്റീവ്, ക്ലിനിക്കൽ ട്രയല്, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഈ 5ഉം പറയണം. ഈ 5 സ്റ്റെപ്പും പഠിക്കണേ. ഈ 5ഉം കൂടെ ചേർന്നതാണ് ഏത്? ഡൗൺ സ്ട്രീം പ്രോസസ്. നോക്കി വെച്ചേക്കണേടാ, നോക്കി വെക്കാതെ പോ, അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഓക്കേടാ സാർ, ഡെഫിനിഷൻ ആകെ ഇതാ വരിക. എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ് എന്നാ ചോദിക്കുക. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി, സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അത് മാത്രം മതി എന്താന്ന് ചോദിച്ചാൽ. അടുത്തത്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡൗൺ സ്ട്രീം പ്രോസസ്. അപ്പൊ ഈ 5 എണ്ണം എഴുതണം. എന്താണ് ഡൗൺ സ്ട്രീം എന്ന് ചോദിച്ചാൽ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ന് എഴുതിയാൽ മതി. സ്റ്റെപ്പ് ചോദിച്ചാൽ സെപ്പറേഷന്, പ്യൂരിഫിക്കേഷന്, പ്രിസർവേറ്റീവ്, അഡീഷന്, ക്ലിനിക്കൽ ട്രയല്, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്. ഇത് 5 എഴുതണം കേട്ടോ. ഓക്കെ മക്കളെ, തീരെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേഗം പോയേക്കാം. എന്താടാ? സെക്സ് റീപ്രൊഡക്ഷൻ. 8 മാർക്കിന്റെ ചാപ്റ്റർ ആടാ സെക്സ് റീപ്രൊഡക്ഷൻ. ആന്തറിന്റെ ലെയറുകൾ ഒന്ന് വേഗം പറ. ഞാൻ ഇങ്ങനെ പറയാം, ഓരോ ടോപ്പിക്ക് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്, വേഗം പറ. ആന്തറിന്റെ ലെയർ അറിയാലോ? എപ്പിഡർമിസ്, എൻഡോതീഷ്യം, പിന്നെന്താടാ? മിഡിൽ ലെയർ, ടപ്പീറ്റം അറിയാലോ. ഇതിൽ ന്യൂട്രിയൻസ് കൊടുക്കുന്നത് ആരാ? ടപ്പീറ്റമ്മ. ബാക്കി 3 ലെയറിന്റെ പണി എന്താ? ആന്തറിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആന്തറിനെ പൊട്ടാനും സഹായിക്കും. ഡെഗിസെൻസിനെ സഹായിക്കും. അതോർത്ത് വെക്കാം. മൈക്രോസ്പോർ ഉണ്ടാകുന്നതാണ് എന്ത്? മൈക്രോസ്പോറോജെനിസിസ്. എന്താ സാറേ മൈക്രോസ്പോർ? പോളൻ ഗ്രെയിൻസ് തന്നെ. നമ്മുടെ ആന്തറിന്റെ ഉള്ളിൽ ഒരു സെല്ലുണ്ട്, ആ സെല്ലിന്റെ പേരെന്താ? സ്പോറോജീനസ് സെല്ല. ഈ സ്പോറോജീനസ് സെല്ലുകളിലെ മിയോസിസ് നടക്കും. മിയോസിസ് എന്നൊക്കെ നടന്നിട്ട് 4 മൈക്രോസ്പോറുകൾ ഉണ്ടാകും. ഈ 4 മൈക്രോസ്പോറുകളെ വിളിക്കുന്ന പേരെന്താ? മൈക്രോസ്പോർ ടെട്രാഡ് എന്നാ വിളിക്കുക. ഈ 4 മൈക്രോസ്പോറുകളും പിന്നീട് മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നിട്ട് വേഗം എന്തായി മാറും? പോളൻ ഗ്രെയിൻ ആയി മാറും. ഇത്രയും പഠിച്ചാൽ മതി. ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുക. ഈ സ്റ്റെപ്പ് പഠിച്ചു വെച്ചോണം. ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുക. എങ്ങനെ ഉണ്ടാകുക? ആദ്യം സ്പോറോജീനസ് സെല്ലുകൾ ഉണ്ട്. ആ സ്പോറോജീനസ് സെല്ലുകളില് മിയോസിസ് നടക്കുന്ന കാരണം ഓരോ സ്പോറോജീനസ് സെല്ലും 4 ആയി മാറും. അല്ലേടാ, മിയോസിസ് നടന്നാൽ 4 ആയിട്ടല്ലേ മാറുക? ഒരു സ്പോറോജീനസ് സെല്ലില് മിയോസിസ് നടന്നാൽ 4 സ്പോറോജീനസ് സെല്ലാകും. 4 മൈക്രോസ്പോർ ആകും. ഈ 4 മൈക്രോസ്പോറിനെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ? മൈക്രോസ്പോർ ടെട്രാഡാ. ഈ 4 മൈക്രോസ്പോറും ഈ മൈക്രോസ്പോർ ടെട്രാഡുകളും ഓരോ മൈക്രോസ്പോറും മൈറ്റോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറും? 4
4 പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. കണ്ടോ, ഈ മൈക്രോസ്പോർ ഒരു പോളൻ ഗ്രെയിൻ ആകും, ഈ മൈക്രോസ്പോർ ഒരു പോളൻ ഗ്രെയിൻ ആകും, ഈ മൈക്രോസ്പോർ ഒരു പോളൻ ഗ്രെയിൻ ആകും, ഈ മൈക്രോസ്പോർ ഒരു പോളൻ ഗ്രെയിൻ ആകും. ഓരോ മൈക്രോസ്പോറും മൈറ്റോസിസ് നടന്നിട്ട് പോളൻ ഗ്രെയിൻ ആകും. സ്പോറോജിനസ് സെല്ല് മിയോസിസ് നടന്നിട്ട് 4 മൈക്രോസ്പോർ ആയി. ഈ 4 മൈക്രോസ്പോറിലെ ഓരോ മൈക്രോസ്പോറും മൈറ്റോസിസ് നടന്നിട്ട് പോളൻ ഗ്രെയിൻ ആകും. അറിയുന്ന കാര്യമാണല്ലോ അല്ലേ? അറിയുന്ന കാര്യമാണല്ലോ. ഓക്കെ, അടുത്ത പറ. പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ ഓർമ്മയുണ്ടല്ലോടാ. പുറത്തുള്ളത് എക്സൈന, അകത്തുള്ളത് എന്താ? ഇൻറ്റൈന. എക്സൈൻ സ്പോറോപ്പൊലിൻ വെച്ച് ഉണ്ടാക്കിയേക്കണേ. ഇൻറ്റൈൻ എന്താ? സെല്ലുലോസും പെക്റ്റിനും വെച്ച് ഉണ്ടാക്കിയേക്കണേ. 2 സെല്ലുണ്ട്. ചെറിയ സെൽ ആരാ? ജനറേറ്റീവ് സെല്ല. വലിയ സെൽ ആരാ? വെജിറ്റേറ്റീവ് സെല്ല. വെജിറ്റേറ്റീവ് സെല്ല് പോളൻ ട്യൂബായിട്ട് മാറും. ജനറേറ്റീവ് സെല്ല് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും. അപ്പൊ വരുന്ന ചോദ്യം ഇതാ, എന്തുകൊണ്ടാ സാറേ മണ്ണിൽ വീഴുന്ന പോളൻ ഗ്രെയിൻസ് ഫോസിലുകളെ പോലെ കുറെ നാൾ കിടക്കണേ മണ്ണിൽ? ചോദിക്കും. പറ, ഇതിന്റെ ഉത്തരം പറ. എന്തുകൊണ്ടാ മണ്ണിൽ വീഴുന്ന പോളൻ ഗ്രെയിൻസ് ഫോസിലുകളെ പോലെ ഒന്നും പറ്റാതെ കുറെ നാൾ മണ്ണിൽ കിടക്കുക? ഇതിന്റെ ഉത്തരം ഒന്ന് പറ. ചിലർ കണ്ടു കാണില്ല ഈ ക്വസ്റ്റ്യൻ കണ്ടു കാണില്ല. എന്തുകൊണ്ടാണ് മണ്ണിൽ വീണ പോളൻ ഗ്രെയിൻസ് ഒന്നും പറ്റാതെ ഫോസിലുകളെ പോലെ? ഫോസിൽ എന്ന് പറഞ്ഞ അസ്ഥികളില്ലേ, അസ്ഥികൾക്കൊന്നും പറ്റാറില്ലല്ലോ മണ്ണിൽ വീണാല്. അതേപോലെ പോളൻ ഗ്രൈൻസിനും ഒന്നും പറ്റാറില്ല, കുറെ നാൾ കിടക്കും. കാരണം എന്താടാ? കാരണം എന്താ മക്കളെ? പറയടാ, കാരണം എന്താ? അത് തന്നെ, ഫോസിൽ പോലെ കിടക്കാൻ കാരണം അവരുടെ ദേഹത്തൊരു സാധനമുണ്ട്, ഭയങ്കര കട്ടിയുള്ള സാധനമാ. അതിന്റെ പേരെന്താ? സ്പോറോപൊലിനിൻ. സ്പോറോപൊലിനിൻ ആസിഡാൽ നശിക്കില്ല, ആൽക്കലിയാൽ നശിക്കില്ല, ടെമ്പറേച്ചറാൽ നശിക്കില്ല, ഒരു എൻസൈമാലും നശിക്കാത്ത സാധനമാ സ്പോറോപൊലിനിൻ. ഇതുള്ളത് കൊണ്ടാ പോളൻ ഗ്രെയിൻസ് ഒന്നും പറ്റാതെ കുറെ നാൾ കിടക്കണത്. അന്നോർത്ത് വെച്ചായിട്ടോ. പോളൻ ഗ്രെയിൻസിന്റെ അഡ്വാൻറ്റേജ് അറിയാലോ. അഡ്വാൻറ്റേജ് എന്താടാ? പോളൻ ഗ്രെയിൻസിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, പോളൻ ടാബ്ലറ്റ് ഉണ്ടാക്കാം. ഡിസ്അഡ്വാൻറ്റേജ് എന്താ? പോളൻ ഗ്രെയിൻസ് അലർജി ഉണ്ടാക്കും, ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കും, ആസ്മയൊക്കെ ഉണ്ടാക്കും. എന്റെ ചോദ്യം ഇതാ മക്കളെ, ഏതിന്റെ പോളൻ ഗ്രെയിനാ അലർജി ഉണ്ടാക്കുക? ഏത് പ്ലാന്റിന്റെ പോളൻ ഗ്രെയിനാ അലർജി ഉണ്ടാക്കുക? പറഞ്ഞേ, ഏത് പ്ലാന്റിന്റെ പോളൻ ഗ്രെയിനാ അലർജി ഉണ്ടാക്കുക? ഏത് പ്ലാന്റിന്റെ പോളൻ ഗ്രെയിനാടാ അലർജി ഉണ്ടാക്കുക? ഒന്ന് പറഞ്ഞ കേക്കട്ടെ. ഏത് ഇതാരും ഇവിടെ കൊണ്ടുവച്ച് ഞാൻ തട്ടി മറിഞ്ഞ് വീഴാനാണ്. ഓക്കെ, പറടാ. ഏത് പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻ അലർജി ഉണ്ടാക്കിയ? പാർത്തീനിയം. അത് തന്നെ ഓർത്ത് വെച്ചോണം. പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ്. പാർത്തീനിയം അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസ്. ഓക്കേടാ. പോളൻ ബാങ്ക് എന്താണെന്നറിയാലോ? എന്താ പോളൻ ബാങ്ക്? പോളൻ ഗ്രൈൻസ് അഴുക്കാകാതിരിക്കാൻ, പോളൻ ഗ്രൈൻസിനെ കൊണ്ടുപോയിട്ട് എവിടെ വെക്കാറുണ്ട്? ലിക്വിഡ് നൈട്രജനിൽ വെക്കാറുണ്ട്, -96°C. പോളൻ ഗ്രൈൻസ് അഴുക്കാകാതിരിക്കാൻ അവരെവിടെ കൊണ്ടുവെക്കാറുണ്ട്? ലിക്വിഡ് നൈട്രജനിൽ വെക്കാറുണ്ട്, -196 ടെമ്പറേച്ചർ. ഓർക്കണം, പോളൻ ബാങ്കിന്റെ ടെമ്പറേച്ചർ ഒരു മാർക്കിന് ചോദിക്കാറുണ്ട്. പോളൻ ബാങ്കിന്റെ ടെമ്പറേച്ചർ എത്ര? -196°C. ഓക്കേടാ. അടുത്ത മെഗാസ്പോറോജെനിസിസ്. മെഗാസ്പോർ ഉണ്ടാകുക എങ്ങനെയാ? മെഗാസ്പോർ ഉണ്ടാകുക, നമ്മുടെ ഒവ്യൂൾ ഉണ്ടടാ. ഒവ്യൂളിന്റെ ഉള്ളിൽ ഒരു കുറെ സെല്ലുകൾ ഉണ്ട്. ഒവ്യൂളിന്റെ ഉള്ളിലെ സെല്ലുകളുടെ പേരെന്താ? ഒവ്യൂളിന്റെ ഉള്ളിലെ സെല്ലുകളുടെ പേരാണ് എന്ത്? ന്യൂസില്ലസ്. ഈ ന്യൂസില്ലസിലെ മൈക്രോപൈല്, ഈ ന്യൂസിലസിലെ മൈക്രോപൈലിന്റെ അടുത്തിരിക്കുന്ന ന്യൂസിലസിലെ സെല്ല് മാത്രം എന്ത് ചെയ്യുന്നറിയാമോ? മിയോസിസിന് പോകും. ഏത് സെല്ലാണോ, ഏത് ന്യൂസിലസിലെ സെല്ലാണോ മൈക്രോപൈലിന്റെ അടുത്തിരിക്കുന്നത്, ആ ന്യൂസിലസിലെ സെല്ല് മാത്രം എന്തിനു പോകും? മിയോസിസിന് പോകും. മിയോസിസിന് പോയിട്ട് 4 എന്തായി മാറും? മെഗാസ്പോറായി മാറുവടാ. 4 മെഗാസ്പോർ ആകും. ഇതിനെ വിളിക്കുന്ന പേരാ മെഗാസ്പോർ ടെട്രാഡ്. ഈ 4 മെഗാസ്പോറിലെ 3 നശിച്ചു പോകും. ഒറ്റൊരെണ്ണം മാത്രമേ ജീവിക്കൂ. ആ ജീവിക്കുന്നതിന്റെ പേരാണെന്ത്? ഫങ്ഷണൽ മെഗാസ്പോർ. ആ ജീവിക്കുന്നതിന്റെ പേരെന്താടാ? ഫങ്ഷണൽ മെഗാസ്പോറാ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ നേരെ ഈ കാണുന്ന ഫങ്ഷണൽ മെഗാസ്പോർ ഉണ്ടല്ലോ, ഇവ നേരെ വളരും. എന്നിട്ടാണ് എന്തായി മാറുക? എംബ്രിയോസാക്കായിട്ട് മാറുക. ഇത്ര ഉള്ളട്ടോ. എടാ, ഒരു ഒവ്യൂൾ എടുത്താൽ അതിൽ കുറെ സെല്ലുണ്ട്, അതാണ് ന്യൂസിലസ്. ആ ന്യൂസിലസിൽ ഏത് സെല്ലാണോ മൈക്രോപൈലിന്റെ അടുത്തിരിക്കുന്നത്, ആ ന്യൂസിലസിലെ സെല്ല് മാത്രം മിയോസിസിന് പോകും. ഈ മിയോസിസിന് പോയിട്ട് 4 സെല്ലായിട്ട് മാറും. ആ സെല്ലുകളുടെ പേരെന്താ? മെഗാസ്പോർ ടെട്രാഡ. ഈ 4 മെഗാസ്പോറിൽ 4 ജീവിക്കില്ല, 3 ചത്തുപോകും. ഒറ്റൊരെണ്ണം മാത്രമേ ജീവിക്കൂ. അതിന്റെ പേരാണെന്ത്? ഫങ്ഷണൽ മെഗാസ്പോർ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ വളർന്നിട്ടാണ്
എന്തുണ്ടാകുക? എംബ്രിയോസാക്ക് ഉണ്ടാകുക. മെഗാസ്പോറോജെനസിസ് എഴുതാൻ ചോദിച്ചാൽ എംബ്രിയോസാക്ക് ഉണ്ടാകുന്ന വേണം എഴുതാൻ. മൈക്രോസ്പോറോജെനസിസ് ചോദിച്ചാൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകുന്ന വേണം എഴുതാൻ. മെഗാസ്പോറോജെനസിസ് ചോദിച്ചാൽ എംബ്രിയോസാക്ക് ഉണ്ടാകുന്ന എഴുതിക്കോണം മക്കളെ. മൈക്രോസ്പോറോജെനസിസ് ചോദിച്ചാൽ പോളൻ ഗ്രെയിൻസ് ഉണ്ടാക്കുന്നതും എഴുതി വെച്ചോണം. ഇത് ചോദിക്കാൻ വേണമെങ്കിൽ എംബ്രിയോസാക്ക് ഫോർമേഷൻ എന്താ? ഓവ്യൂള കണ്ടെയ്ൻ ലോട്ട് ഓഫ് ന്യൂസിലർ സെൽ. The cell near to micropyle undergoes meiosis and form 4 megaspore. Out of this 4 megaspore, 3 degenerated. Only 1 become active. This megaspore is called a functional megaspore. This functional megaspore again undergoes mitosis and form embryosac. ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ മൈറ്റോസിസ് നടക്കും. 3 മൈറ്റോസിസ് നടന്നിട്ട് എംബ്രിയോസാക്ക് ഉണ്ടാകുക. ഈ ഫങ്ഷണൽ മെഗാസ്പോറിന്ന് ഈ എംബ്രിയോസാക്ക് ഉണ്ടാകുന്നതിന് ഒരു പേരുണ്ടല്ലോടാ, എന്താ വിളിക്കുക? എംബ്രിയോസാക്ക് ഉണ്ടാകുന്നതിന് ഒരു പേരുണ്ടല്ലോ, എന്താ വിളിക്കുക? മോണോസ്പോറിക് ഡെവലപ്മെന്റ്. പറ. ഫങ്ഷണൽ മെഗാസ്പോറിന്ന് എംബ്രിയോസാക്ക് ഉണ്ടാകുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? മോണോസ്പോറിക് ഡെവലപ്മെന്റ്. പറ. ചോദിക്കും. എന്റെ മനസ്സ് പറയുന്നു. എന്താ സാറേ മോണോസ്പോറിക് ഡെവലപ്മെന്റ്? ഇന്നത്തെ ക്വസ്റ്റ്യനാ. എന്താ സാറേ മോണോസ്പോറിക് ഡെവലപ്മെന്റ്? അപ്പൊ പറഞ്ഞു കൊടുത്തോണം മക്കളെ, എന്റെ മുഞ്ചാരകളെ. എന്താ? ഇറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് functional megaspore into embryosac. It is the development of functional megaspore into embryosac. It is the development of functional megaspore into embryosac. Okay da. ഫില്ലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ എന്താ? ഗൈഡ് പോളൻ ട്യൂബ്. പറയടാ, ഗൈഡ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബിനെ ഉള്ളിലേക്ക് വരുത്തിക്കുന്നത് ആരാ? ഫില്ലിഫോം അപ്പാരറ്റസ്, ഗൈഡ് പോളൻ ട്യൂബ്. കണ്ടോ, 7 സെല്ലും 8 ന്യൂക്ലിയസും ഉള്ളത് എംബ്രിയോസാക്കില്. അല്ലാതെ 8 സെല്ലും 7 ന്യൂക്ലിയസും അല്ല. 7 സെല്ല് 8 ന്യൂക്ലിയസ്. 3 ആന്റിപോഡല്, 1 സെൻട്രൽ സെല്ല്, 2 സിനർജിറ്റ്സ്, 1 എഗ് സെല്ല്. 3 ആന്റിപോഡലും 1 സെൻട്രൽ സെല്ലും 1 എഗ്ഗും 2 സിനർജിറ്റ്സും. ഇതാണ് 7 സെല്ല്. ഇതിൽ 2 ന്യൂക്ലിയസ് ഉള്ള ഒറ്റ സെല്ലേ ഉള്ളൂ. അത് പോളാർ ന്യൂക്ലിയാണ്. അത് സെൻട്രൽ സെല്ലാണ്. 2 ന്യൂക്ലിയസ് ഉള്ള ആരാ? സെൻട്രൽ സെല്ലാ. ഓർത്ത് വെച്ചാൽ മതി. അതിൽ ആരും ഡിപ്ലോയിഡ് ഇല്ല. പോളാർ ന്യൂക്ലിയ ഒഴികെ ബാക്കി എല്ലാ സെല്ലും എന്താ? ഹാപ്ലോയിഡ് ആണ്. എന്താ? ആന്റിപോഡൽ ഹാപ്ലോയിഡ് ആണ്, എഗ് ഹാപ്ലോയിഡ് ആണ്, സിനർജിറ്റ്സ് ഹാപ്ലോയിഡാ. സെൻട്രൽ സെല്ലിലെ പോളാർ ന്യൂക്ലിയ മാത്രമാണ് ഡിപ്ലോയിഡ്, കാരണം 2 ന്യൂക്ലിയ ഉള്ളതുകൊണ്ട്. ഓക്കെ മക്കളെ, പോളിനേഷൻ ടൈപ്പ് ഏതൊക്കെയാടാ? പോളിനേഷന്റെ ടൈപ്പ് ഏതൊക്കെ? ഓട്ടോഗമി, എന്താ? ജീറ്റിനോഗമി, പിന്നെ ഏതാടാ? സീനോഗമി. ഇത് ഓർത്ത് വെച്ച ഓട്ടോഗമി, ജീറ്റിനോഗമി, സീനോഗമി. ഏജന്റുകൾ അറിയാലോ. വിൻഡ് വഴിയുണ്ട്. വിൻഡ് വഴി നടക്കുന്നതിന് എന്താ വിളിക്കുക? അനിമോഫിലി. അനിമോ എന്ന് കേട്ടിട്ട് കൊണ്ട് ഇൻസെക്ട് എന്ന് എഴുതല്ലേ. വിൻഡ് വഴി നടക്കുന്ന എന്താ? അനിമോഫിലി. അത് ഗ്രാസുകളാ കാണിക്കുക, ഗ്രാസ്. വാട്ടർ വഴി നടക്കുന്നതിന് എന്താ വിളിക്കുക? ഹൈഡ്രോഫിലി എന്നാ വിളിക്കുക. ഹൈഡ്രോഫിലി അതായിരിക്കുക. വലിസ്നേറിയ, സൊസ്റ്റീറ, ഹൈഡ്രില്ല, ഇവരൊക്കെയാ കാണിക്കുക. ഇൻസെക്ട് വഴി നടക്കുന്നതിനോ? ഇൻസെക്ട് കുത്താൻ വരിക എന്ന് ഓർത്താൽ മതി. തേനീച്ച കുത്താൻ വരിക. എന്റെ അമ്മോഫിലി. എൻഡമോഫിലി. ഇങ്ങനെ ചോദിക്കാം. ചിലപ്പോൾ ഇൻസെക്ട് വഴിയുള്ള പോളിനേഷൻ എന്ന് ചോദിക്കില്ല. എൻഡമോഫിലിന്റെ പ്രത്യേകത എഴുതാനാ ചോദിക്കുക. അപ്പൊ അന്തം വിട്ടിരിക്കല്ലേ പഠിച്ചോനെ. എന്തമ്മോ എന്താ, എന്റെ അമ്മ എന്താ എഴുതി വെക്കല്ലേ. അനിമോഫിലി എന്ന് കാണിക്കുമ്പോൾ ആനിമൽ ഇൻസെക്ട് ആകുമ്പോ അപ്പൊ ഇൻസെക്ട് പോളിനേഷൻ അങ്ങനെ കരുതല്ലട്ടാ. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. തേനീച്ച കുത്താൻ വരുന്നുണ്ട്, അപ്പൊ എന്റെ അമ്മോ ഇങ്ങനെ ഓർത്താൽ മതി. ഓക്കേടാ. വിൻഡ് വഴിയുള്ളത് അനിമോഫിലി, വാട്ടർ വഴിയുള്ളത് ഹൈഡ്രോഫിലി, ഇൻസെക്ട് വഴിയുള്ള എൻഡമോഫിലി. റോസുകളൊക്കെ കാണിക്കുക എൻഡമോഫിലി. പോളൻ പിക്സിൽ ഇന്ററാക്ഷൻ അറിയാലോടാ. പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുക, പോളൻ ട്യൂബ് ഉണ്ടാകും. പോളൻ ട്യൂബ് ഉണ്ടാകുമ്പോഴോ ഈ പോളൻ ഗ്രെയിൻസിലെ 2 മെയിൽ ഗമേറ്റ് എംബ്രിയോസാക്കിന്റെ ഉള്ളിൽ കയറും. ഒരു മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടി ചേർന്ന് സൈഗോട്ട് ഉണ്ടാകും. ഇതാണ് സിംഗമി. അടുത്ത മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയുമായി കൂടി ചേർന്ന് പെൻ ഉണ്ടാകും. ഇതാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ. സിംഗമീനെയും ട്രിപ്പിൾ ഫ്യൂഷനെയും ഒരുമിച്ച് വിളിക്കുന്ന പേരെന്താ? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ചോദിക്കും, ഏതൊക്കെയാ സാറേ ഡബിൾ ഫെർട്ടിലൈസേഷനിലുള്ളത്? സിംഗമി പ്ലസ് എന്താ? ട്രിപ്പിൾ ഫ്യൂഷൻ. എടാ, ഫെർട്ടിലൈസേഷൻ ശേഷമുള്ള മാറ്റങ്ങൾ എന്താ? ഓവറി ഫ്രൂട്ട് ആകും. ഒവ്യൂള് എന്താകും? സീഡാകും. സൈഗോട്ട് എന്താകും? എംബ്രിയോ ആകും.
പെന്ന് എന്താകും? പെന്ന് വെറും എൻഡോസ്പേം ആകും. എൻഡോസ്പേം ആകും. മാറ്റങ്ങൾ ഓർത്ത് വെക്കണേ. ഡീജനറേറ്റ് ചെയ്യും. ആരൊക്കെ? നശിച്ചു പോവാ. ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം നശിച്ചു പോകുന്നവരാരൊക്കെ? ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം നശിക്കുന്നവരാരൊക്കെയാ? വേഗം പറ. ഡബിൾ ഫെർട്ടിലൈസേഷന് ശേഷം നശിക്കുന്നവരാരൊക്കെ? വേഗം പറ. നശിക്കുന്നവരാരൊക്കെ? 7:30 നിർത്തോട്ടെ. എന്തായാലും ഒന്ന് കേട്ടിരുന്നോ? ഈ ചാപ്റ്റർ നീ എടുത്ത് വായിക്കണ്ട. ഈ ക്വസ്റ്റ്യൻ വഴി പോയാൽ മതി. വേറെ നീ വായിക്കാൻ നിൽക്കണ്ട. ഈ ചാപ്റ്റർ ഇതാ കണ്ടോട്ടെ. കാരണം ഈ 2 ചാപ്റ്റർ പ്രത്യേകം പറയുക. ബോട്ടണിലെ പകുതി മാർക്ക് അയക്കണം. 8ഉം 7ഉം 15 മാർക്കായി. പകുതി മാർക്കായി. ഇനി ഒരു 10 മാർക്ക് കൂടെ കൂടുതൽ എത്തിച്ചാൽ മതി. ബാക്കി 3 ചാപ്റ്റർ ഇത്. ബോട്ടണി എന്തായാലും കിട്ടും മാർക്ക്. ബയോളജി എന്തായാലും കിട്ടും മക്കളെ. കാരണം നമുക്ക് 5 ചാപ്റ്ററെ പഠിക്കാനുള്ളൂ. അതിൽ തന്നെ 10-40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതിൽ നമ്മളാണെങ്കിൽ 40-30 എഴുതിയാൽ പോലും നമ്മൾ 40 എഴുതി വെക്കുന്നുണ്ട്. എന്തായാലും കിട്ടും ബയോളജി. ഒറ്റ കാര്യമുള്ളൂ, എല്ലാം എഴുതുക. എൻ്റെ അഭിപ്രായത്തിൽ ഇത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൊന്നുമില്ല. എല്ലാം എഴുതി വെക്കുക. ഒന്നും അറിയില്ലെങ്കിൽ എന്താ, പണ്ടത്തെ ഞാൻ എൻ്റെ പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്ന ട്രിക്കാ. എടാ, പശുവിനെ കുറിച്ച് ചോദിച്ചാൽ അതിനെക്കുറിച്ച് കെട്ടിയ തെങ്ങിനെ കുറിച്ച് എഴുതി വെച്ചോ. എന്തെങ്കിലും പോളൻ ഗ്രെയിൻസ് ഫോർമേഷൻ ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക. മൈക്രോസ്പോറജെൻസിസ് എന്നായിരിക്കും ചോദിക്കുക. ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പൊ നിങ്ങൾ നേരെ പോവാ. മൈക്രോസ്പോർ ഈസ് ഡെവലപ്ഡ് ഇൻ ടു പോളൻ ഗ്രെയിൻസ് ആവ് ദിസ് സ്ട്രക്ചർ എഴുതി തള്ളി വിട്ടോ. ഓക്കെ, അറിയത്തില്ലെങ്കിൽ എന്തെങ്കിലും എഴുതി വെച്ചേക്ക് മക്കളെ. എന്തെങ്കിലും ഒരു മാർഗ്ഗം തരുമല്ലോ. ഞാൻ അപ്പൊ ഉടായ്പ കാണിക്കണം എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കൊന്നും അല്ല, ഒന്നും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നത് കേട്ടോ. പടച്ചോനെ, എന്റെ സ്വഭാവം പുറത്തു വരുന്നുണ്ടല്ലോ. ഓക്കെ, പറടാ. എംബ്രിയോ ഫോർമേഷന്റെ സ്റ്റെപ്പുകൾ ഏതൊക്കെയാടാ? കേട്ടോ സാറേ. സൈഗോട്ട് ഉണ്ട്. പിന്നെ ആരാ? പ്രോ എംബ്രിയ ഉണ്ട്. പിന്നെ ഏതാ? വട്ടം. ഗ്ലോബുലാർ എംബ്രിയോ ഉണ്ട് സാറേ. പിന്നെ നെഞ്ച് കേറ്. ഹൃദയത്തെ പുഴുങ്ങ്. ഏട്ട് എംബ്രിയോ. അത് നേരെ എന്താകൂള്ളടാ? മെച്ചുവർ എംബ്രിയോ. ഇസപ്പോർക്കണം എന്റെ പുന്നാര മക്കളെ, ഓർത്ത് വെച്ചോ. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്ചുവർ എംബ്രിയോ. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്ഡ് എംബ്രിയോ, മെച്ചുവർ എംബ്രിയോ. ഓർത്ത് വെച്ചോ. എൻഡോസ്പേം ഉണ്ടാകുന്ന എങ്ങനെ? എൻഡോസ്പേം സാറെ പെന്നിന്ന് ഉണ്ടാകുക. പെന്ന് നേരെ കുറെ ന്യൂക്ലിയസ് ഉള്ള എന്താകും? ന്യൂക്ലിയർ എൻഡോസ്പേം ആകും. ന്യൂക്ലിയർ എൻഡോസ്പേം നേരെ കുറെ സെല്ലുള്ള എന്താകും? സെല്ലുലാർ എൻഡോസ്പേം ആകും. ഈ സെല്ലുലാർ എൻഡോസ്പേം ആണ് നമ്മൾ വെറുതെ വിളിക്കുന്ന വെറും എൻഡോസ്പേം. ഓർത്ത് വെച്ചാൽ മതി. എൻഡോസ്പേം ഉണ്ടാകുന്ന സ്റ്റെപ്പ് ചോദിച്ചാൽ അത് സെല്ലുലാർ എൻഡോസ്പേം ഉണ്ടാകുന്ന സ്റ്റെപ്പാ. എങ്ങനെയാ സെല്ലുലാർ എൻഡോസ്പേം ഉണ്ടാകുക? പെന്നെന്താകും? ന്യൂക്ലിയർ എൻഡോസ്പേം ആകും. അത് വെറും സെല്ലുലാർ എൻഡോസ്പേം ആകും. അത് നോർത്ത് വെച്ചേക്കണം കേട്ടോ മക്കളെ. ഇത് നോർത്ത് വെച്ചേക്കണം. ഈ സ്റ്റെപ്പുകളൊക്കെ നോർത്ത് വെക്കണം കേട്ടോ. എടാ, നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയിലെ തേങ്ങാ വെള്ളം ലിക്വിഡ് ഉണ്ടല്ലോ, തേങ്ങാ വെള്ളം അത് ന്യൂക്ലിയർ എൻഡോസ്പേം. ഓർത്ത് വെച്ചോ. ചിരകി തിന്നുന്ന സാധനം ഉണ്ടല്ലോ, അമ്മ ചിരകുമ്പോൾ പോയി എടുത്ത് തിന്നും. ഓക്കെ, ആ തിന്നുന്ന സാധനം ഉണ്ടല്ലോ തേങ്ങ, ആ ചിരകി തിന്നുന്ന വെളുത്ത സാധനം ഉണ്ടല്ലോ, അത് വൈറ്റ് കേണൽ എന്നാ വിളിക്കുക. അത് ന്യൂക്ലിയർ എൻഡോസ്പേം. കൺഫ്യൂഷൻ അടിക്കല്ലേ. തേങ്ങാ വെള്ളം എന്താ? ന്യൂക്ലിയറാ. സൈഡിൽ ഇരിക്കുന്ന തേങ്ങ എന്താ? സെല്ലുലാറാ. വൈറ്റ് കേണൽ എന്താ? സെല്ലുലാറാ. ലിക്വിഡ് കോക്കനട്ട് വാട്ടർ എന്താ? ന്യൂക്ലിയർ എൻഡോസ്പേമാ. വൈറ്റ് കേണൽ എന്താ? സെല്ലുലാർ എൻഡോസ്പേമാ. ഓർത്ത് വെക്കണം. ട്രൂ ഫ്രൂട്ട്, ഫോൾസ് ഫ്രൂട്ട് എന്താടാ? ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓവറിൽ നിന്നുണ്ടായി വരുന്ന നല്ല ഫ്രൂട്ട്. ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഓവറിന്റെ ഒപ്പം തലാമസ് കൂടി വരുന്നതായ ഫ്രൂട്ടാ. ഓവറിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഫ്രൂട്ട് ഏതാടാ? ട്രൂ ഫ്രൂട്ടാ. ഓവറിയും തലാമസും വലുതായി ഉണ്ടാകുന്ന ഫ്രൂട്ട് ഏതാടാ? ഫോൾസ് ഫ്രൂട്ടാ. ഫോൾസ് ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? പറ. ഫോൾസ് ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? ചോദിക്കും. ഫോൾസ് ഫ്രൂട്ടിന്റെ എക്സാമ്പിൾ ഏതൊക്കെ? കാച്ച്, ദുഡ്, പണം. കാച്ചു, ആപ്പിൾ, സ്ട്രോബെറി. കാച്ചു, ആപ്പിൾ, സ്ട്രോബെറി. എന്താ സാറേ ട്രൂ ഫ്രൂട്ട്? ഓവറിൽ നിന്നുണ്ടാകുന്ന ഫ്രൂട്ടാ. എന്താ സാറേ കള്ള ഫ്രൂട്ട്? എന്താ? ഓവറിന്റെ ഒപ്പം തലാമസ് കൂടി വലുതായിട്ടുണ്ടാകുന്ന ഫ്രൂട്ടാ. കാച്ചു, ആപ്പിൾ, സ്ട്രോബെറി. സീഡ് ഡോർമൻസി എന്താ? ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് inactive stage. It is a period of inactive stage of seed. മണ്ണിൽ വീണ സീഡ് ഉടനെ മുളയ്ക്കില്ല, കുറച്ച് നാൾ വാഴയായിട്ട് കിടക്കും. ഇങ്ങനെ ഇനാക്റ്റീവായി കിടക്കുന്ന കാലമാണ് എന്ത്? സീഡ് ഡോർമൻസി. ഇനാക്റ്റീവ് സ്റ്റേജ് ഓഫ് എ സീഡ് ഈസ് കോൾഡ് സീഡ് ഡോർമൻസി. പറ. ഇനാക്റ്റീവ് സ്റ്റേജ് ഓഫ് എ സീഡ് ഈസ് കോൾഡ് സീഡ് ഡോർമൻസി. ഓക്കെ അല്ലടാ? അത് ഓർക്കണം. ലുപ്പിനസ് ആർട്ടിക്കൽസ്. പറ. ലുപ്പിനസിന്റെ എത്ര കൊല്ലമാ സീഡ് ഡോർമൻസി? ഫിനിക്സ് ഡാറ്റിലിഫറ.
ഫിനിക്സ് ഡാറ്റിലിഫർ രണ്ടുപേരെ സീഡ് ഡോർമൻസി പറയടാ. ലുപ്പിനസിന്റെ എത്ര സീഡ് ഡോർമൻസി? ഫിനിക്സ് ഡാറ്റിലിഫറിന്റെ എത്ര കാലമാ സീഡ് ഡോർമൻസി? ലുപ്പിനസിന്റെ ഉണ്ട് സാർ ഏത് 10,000 കൊല്ലമാ സീഡ് ഡോർമൻസി. പറയടാ ഫിനിക്സ് ഡാറ്റിലിഫറിന്റെ എത്ര കൊല്ലമാ മക്കളെ? 2,000 കൊല്ലമാ. ഓർത്തോണം. ലുപ്പിനസ് ആർട്ടിക്കസിന്റെ സീഡ് 10,000 കൊല്ലം ഒരു പണിയില്ലാതെ കിടക്കും വാഴയായിട്ട്. എന്നാൽ ഡേറ്റ് പാം ഈന്തപ്പഴം ഫിനിക്സ് ഡാറ്റിലിഫറിന്റെയോ 2,000 കൊല്ലം ഒരു പണിയില്ലാതെ കിടക്കും. ഓക്കെ മക്കളെ, അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോമിക്സിസ് എന്ന് പറഞ്ഞാല് സീഡ് ഉണ്ടാകും, എന്ത് നടക്കാതെ? ഫെർട്ടിലൈസേഷൻ നടക്കാതെ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടാകലാണെന്ത്? അപ്പോമിക്സിസ്. അപ്പൊ എന്താ സാറേ പാർത്തനോകാർപ്പി? പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രൂട്ട് ഉണ്ടാകും, എന്ത് നടക്കാതെ? എന്ത് നടക്കാതെ? ഫെർട്ടിലൈസേഷൻ നടക്കാതെ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ സീഡ് ഉണ്ടായാൽ എന്താ? അപ്പോമിക്സിസ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഉണ്ടായാൽ എന്താ? പാർത്തനോകാർപ്പി. ഇത് കാണിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഏത്? ബനാന. ബനാന ഓർത്ത് വെക്കണം. ബനാന ബനാന ബനാന. പാർത്തനോകാർപ്പി കാണിക്കുന്ന ആരാ? ബനാന 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 ബനാന. പെരിസ്പേം എന്ന് പറഞ്ഞാൽ എന്താ? പെരിസ്പേം എന്ന് പറഞ്ഞാൽ സീഡിൽ കാണുന്ന ന്യൂസിലസിന്റെ അവശിഷ്ടങ്ങളാ. റെമിനൻസ് ഓഫ് ന്യൂസിലസ് എന്ന് വിളിക്കുക. പറ വിളിക്ക്. എന്താ സാറേ പെരിസ്പേം? റെമിനൻസ് ഓഫ് ന്യൂസിലസ്. വിളിക്ക്, പറ ഒരു വട്ടമെങ്കിലും പറ. റെമിനൻസ് ഓഫ് ന്യൂസിലസ് ഇൻ സീഡ്. പറ റെമിനൻസ് ഓഫ് ന്യൂസിലസ് ഇൻ സീഡ്. റെമിനൻസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾ. എന്താ? പെർസിസ്റ്റന്റ് റെമിനൻസ്. ഓക്കെ, പെർസിസ്റ്റൻസ് ഓഫ് ന്യൂസിലൻസ് കുഴപ്പമില്ല. റിമൈനിങ്സ് ഓഫ് ന്യൂസിലൻസ് ഇൻ സീഡ് കുഴപ്പമില്ല. ഇതെവിടൊക്കെ കാണുക? ബ്ലാക്ക് പെപ്പർ ബീട്രൂട്ട്. പോളി എംബ്രിയോണി എന്താ അറിയാലോ? ഒരു സീഡിൽ കുറെ എംബ്രിയോ കാണുക. മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സീഡ്. എക്സാമ്പിൾ ഏതൊക്കെ അറിയാമോ? നമ്മുടെ സിട്രസ്, നാരങ്ങ, ഓറഞ്ച്, ഇവരൊക്കെയാണ് എന്ത് കാണിക്കുക? പോളി എംബ്രിയോണി കാണിക്കുക. നാരങ്ങ, സിട്രസ്, ഓറഞ്ച്, ഇവരൊക്കെയാണ് എന്ത് കാണിക്കുക? പോളി എംബ്രിയോണി കാണിക്കുക. ഓക്കേടാ, ഈ ചിത്രം ഓർത്ത് വെക്കണേടാ. ഇനി ചിത്രം പറയാൻ, കാരണം നിങ്ങൾ നോക്കൂല എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ചിത്രം പ്രത്യേകം ഉണ്ടാക്കണേ. ഈ ചിത്രം നോക്കടാ. ഇതെന്താ സാധനം? കണക്റ്റീവ് ആണ് സാധനം. ഇത് ഏറ്റവും പുറത്തെ ലെയർ അതേതാ? എപ്പിഡെർമിസ്. പിന്നെ അകത്തുള്ള ഈ ലെയർ ഏതാ? എൻഡോത്തീഷ്യമാ. ഏറ്റവും ഉള്ളിലുള്ള ലെയർ ഏതാ? ഈ ലെയർ ഏതാ? മിഡിൽ ലെയറാ. ഏറ്റവും ഉള്ളിൽ സർക്കിൾ ചെയ്ത് സ്പോറോജീനസിന് ചുറ്റും കാണുന്ന ലെയർ ഏതാ? ഇതാണ് ടപ്പീറ്റം. ഇതൊന്ന് ഓർത്ത് വെക്കണം. ഈ കാണുന്ന സെല്ലുകളാണ്, ഇവിടെ കാണുന്ന ഈ സെല്ലുകളാണ് മക്കളെ എന്ത്? സ്പോറോജിനസ് ടിഷ്യൂ അല്ലെങ്കിൽ സ്പോറോജിനസ് സെൽ എന്നൊക്കെ വിളിക്കാം. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ ചിത്രം ചോദിക്കാം. ഈ ചിത്രം അധികം അങ്ങനെ ചോദിക്കാറില്ല, കുറെ വട്ടം ചോദിച്ച് അവർക്ക് തന്നെ അടുത്ത ക്വസ്റ്റ്യനാ. ഇത് ചോദിക്കാം. ഇതേതാ മക്കളെ? ഇതേതാ? രണ്ടാമത്തെ ചിത്രം തന്നിട്ട് എന്താ ചോദിച്ചെങ്കിൽ എന്താ എഴുതുക? രണ്ടാമത്തെ ചിത്രം തന്നിട്ട് എന്താ ചോദിച്ചത്? നിങ്ങൾ എന്താ എഴുതുക? പഠിച്ചോൻ ഇത് എന്താ? ആരോ തലമറിഞ്ഞിരിക്കുകയാണല്ലോ. പഠിച്ചോൻ ഇത് എന്താ സംഭവം? അവിടുന്ന് അന്തം വിടും. പഠിച്ചിട്ട് പോയിട്ട് അവിടുന്ന് ഇപ്പൊ പഠിച്ചോന് സാധനം എന്താടാ അപ്പോ? ഓക്കെ, ഇതെന്താ സാധനം? ഇത് ചോദിച്ചാൽ ആദ്യം എഴുതേണ്ടത് എന്താണാ? ഇത് ഒവ്യൂളാണ്. ഒവ്യൂള്. എംബ്രിയോസ് ആക്കുന്ന എഴുതല്ലേ? തെറ്റാ. ഒവ്യൂള്. ഇനിയും പൊളിയായിട്ട് എഴുതണമെങ്കിൽ അനാട്രോപ്പസ് ഒവ്യൂൾ എന്ന് എഴുതണം. NCERT കൊടുത്തിട്ടുണ്ട് താഴെ. ഇത് ഏത് ടൈപ്പാ? ഒരുപാട് ഒവ്യൂൾ ഉണ്ട്. അതിൽ അനാട്രോപ്പസ് ഒവ്യൂളാണ് നമ്മൾ പഠിക്കാനുള്ളത്. അത് വേണം എഴുതി വെച്ചാൽ മതി. അനാട്രോപ്പസ് ഒവ്യൂൾ എന്ന് എഴുതി വെച്ചാൽ പ്രത്യേക മാർക്ക് വരും. ഒവ്യൂൾ എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും. അനാട്രോപ്പസ് എന്ന് എഴുതുകയാണെങ്കിൽ പിന്നെ വേറെ ടീച്ചർ വേറെ ഒന്നും നോക്കൂല, ടക്ക് എന്ന് മാർക്ക് ഒന്ന് പോകും. അനാട്രോപ്പസ് ഒവ്യൂൾ എന്ന് എഴുതി വെച്ചാൽ മതി. അനാട്രോപ്പസ് ഒവ്യൂൾ. ഇതെന്താ സാറേ? ഇതാണ് എംബ്രിയോസാക്ക്. അതിന് ചുറ്റും കാണുന്ന ഈ സെല്ലാണ് ഇത് ന്യൂസില്ലസ്. എടാ, ഒവ്യൂളിന് 2 കവറിംഗ് ഉണ്ട്. ഇതാണ് ഔട്ടർ ഇന്റഗ്യുമെന്റ്, ഇതാണ് ഇന്റർ ഇന്റഗ്യുമെന്റ്. ഔട്ടർ ഇന്റഗ്യുമെന്റ് ടെസ്റ്റ് ആയിട്ട് മാറുക, ഇന്നർ ഇന്റഗ്യുമെന്റ് ടെഗ്മൻ ആയിട്ട് മാറുക. ഓർത്തോണം. ഔട്ടർ ഇന്റഗ്യുമെന്റ് ടെസ്റ്റ് ആകും, ഇന്നർ ഇന്റഗ്യുമെന്റ് ടെഗ്മൻ ആകും. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഈ ഓപ്പണിങ്ങിന്റെ പേരാ മൈക്രോപൈല്. ഈ കാണുന്ന സ്റ്റോക്ക് ആണ് എന്ത്? ഫ്യൂണിക്കിള്. ഈ ഒവ്യൂളും ഈ സ്റ്റോക്കും തമ്മിൽ ചേരുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്തിന്റെ പേരാണ് ഹൈലം എന്ന് വിളിക്കാം. ജംഗ്ഷൻ ബിറ്റ്വീൻ ഒവ്യൂൾ ആൻഡ് ഹൈലം. ജംഗ്ഷൻ ബിറ്റ്വീൻ ഒവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ, അതാണ് എന്ത്? ഹൈലം. നോക്കി വെച്ചേക്കണേ. ഓക്കേടാ, ഇതാണ് നമ്മുടെ ഏത്? വയോള. ഇതാണ് നമ്മുടെ ഓക്സാലിസ്, ഇതാണ് നമ്മുടെ കൊമലിന. ഈ 3 ചെടികളും 2 ടൈപ്പ് ഫ്ലവർ കാണിക്കും. ഒന്ന് ചാസ്മോഗ്യാമസ്, 2 ക്ലീസ്റ്റോഗ്യാമസ്. ക്ലീസ്റ്റോഗ്യാമസ് എന്താ? അടഞ്ഞിരിക്കുക, ക്ലോസ്ഡ് ഫ്ലവറാ. ഇതെന്താ? തുറന്നിരിക്കുന്ന ഫ്ലവറാ, ഓപ്പൺ ഫ്ലവറാ. കൺഫ്യൂഷൻ ആകല്ലേ. ക്ലീസ്റ്റോഗ്യാമസ് അടഞ്ഞിരിക്കും. ചാസ്മോ തുറന്നിരിക്കും. ക്ലീസ്റ്റോ അടയും, ചാസ്മോ തുറക്കും.
ക്ലീസോ അടഞ്ഞിരിക്കുന്നതാണ്, ചാസ്മോ തുറന്നിരിക്കുന്നതാണ് കേട്ടോ. ഓർത്ത് വെച്ചോ, ഓർത്ത് വെച്ചോ, ഓർത്ത് വെച്ചോ, ഓർത്ത് വെച്ചോ. ഇതെന്താ എല്ലാവരും സൈഡിൽ പൊങ്കാല പോലെ പൂവിടുന്നത്? റോസാപ്പൂ ഇടുന്നോ? ചത്തുപോകുമ്പോ അല്ലടാ റോസാപ്പൂ വെക്കുക. ലവ് ഇടറാ. ചിലരിങ്ങനെ താലപ്പൊഴി പോലെ എന്തോ ഇടുന്നുണ്ട്. പഠിച്ചോനെ, ഞാൻ ചാകണം എന്നാണോ ആഗ്രഹം? മക്കളെ വേണ്ടടാ. ഓക്കെ, വേണ്ട ഇടുന്നു. എൻ്റെ അമ്മോ, താലപ്പൊലി പോലെ എന്തോ സാധനം ഇങ്ങനെ വിരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലാട്ടോ മക്കളെ, ഇത് ഓർക്കണം. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ. ഇതെന്ത് സീഡാ? ഇതെന്ത് എംബ്രിയോയാ? മോണോകോട്ട് എംബ്രിയോയാ? ഇതേതാ? സോറി, ഇതേത് എംബ്രിയോയാ? ഡൈക്കോട്ട് എംബ്രിയോ. ഇതേതാ? മോണോകോട്ട് എംബ്രിയോ. മോണോകോട്ട്. എങ്ങനെ ഇത് കണ്ട് ഡൈക്കോട്ടാന്ന് മനസ്സിലായേ? ഇതും കണ്ട് എങ്ങനെ ഡൈക്കോട്ടാന്ന് മനസ്സിലായ? പറ. ഇത് കണ്ടിട്ട് എങ്ങനെ ചങ്ങായിമാരെ ഡൈക്കോട്ടാന്ന് മനസ്സിലായേ? കുറെ നേരമായല്ലോടാ. ഇതെങ്ങനെ ഡൈക്കോട്ടാന്ന് മനസ്സിലായ? നോക്കടാ, ഒരു കോട്ടിലിടൻ, രണ്ടാമത്തെ കോട്ടിലിടൻ, രണ്ട് കോട്ടിലിടൻ ഇല്ലടാ ചങ്ങായിമാരെ. രണ്ട് കോട്ടിലിനുള്ളതുകൊണ്ട് ഇതെന്തായേ? ഡൈക്കോട്ടായത്. ഇതെന്തായതാ? ഡൈക്കോട്ട്. ഈ ഭാഗം, മുകൾ ഭാഗം, ഇതെന്താ? പ്ലിമ്യൂള്. താഴ്ഭാഗം എന്താ? റാഡിക്കള്. റാഡിക്കളിന്റെ താഴെ കാണുന്ന ഇതെന്താ? റൂട്ട് ക്യാപ്പ്. റൂട്ട് ക്യാപ്പ്, റൂട്ട് ക്യാപ്പ്, റൂട്ട് ക്യാപ്പ്. ഈ കാണുന്ന ഭാഗമാണ് എന്ത്? ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പോകോട്ടൈൽ. ഇതാ ചോദിക്കുക ഹൈപ്പോകോട്ടൈൽ. ബാക്കിയെല്ലാം നമുക്ക് കിട്ടും, ഇത് മാത്രം കിട്ടില്ല. ഹൈപ്പോകോട്ടൈൽ. 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 ഓർത്ത് വെച്ചോ, ഹൈപ്പോകോട്ടൈൽ. ഹൈപ്പോകോട്ടൈൽ. ഇത് മക്കളെ മോണോകോട്ട. മോണോകോട്ട എന്ന് പറയാൻ കാരണം എന്താ? ഒരൊറ്റ കോട്ടറിനേ ഉള്ളൂ. കണ്ടോ, രണ്ട് ചിറകില്ല, ഒറ്റ ചിറകേ ഉള്ളൂ. ആ ഒരു ചിറകിന് ഒരു പ്രത്യേക പേരുണ്ട്. ഒരു മാർക്കിന് ചോദിക്കും, ആ ഒരു ചിറകിന്റെ പേരെന്താ? മോണോകോട്ടിന് ഒരു കോട്ടറിനേ ഉള്ളൂ. ആ ഒരു കോട്ടറിന്റെ പേരെന്താ മക്കളെ? ആ ഒരു കോട്ടറിന്റെ പേരെന്താ? ആ ഒരു കോട്ടറിന്റെ പേരാണടാ എന്ത്? സ്ക്യൂട്ടെല്ലാം. പറ, എന്താ വിളിക്കുക? അമ്മയെ പഠിച്ച സ്പെല്ലിങ് വേഗം മറക്കണ്ടല്ലോ. സ്ക്യൂട്ടെല്ലാം എന്താ വിളിക്കുക? സ്ക്യൂട്ടെല്ലാം എന്നാ വിളിക്കുക. മോണോകോട്ടിന് ഒരു കോട്ടറിനേ ഉള്ളൂ. ആ കോട്ടറിന്റെ പേരെന്താ? സ്ക്യൂട്ടെല്ലാം എന്നാ വിളിക്കുക. ഡൈക്കോട്ടിന് രണ്ട് കോട്ടറിനുണ്ട്. ഇതാണ് എപ്പോഴും ചോദിക്കല്. പക്ഷെ ഇത് ഈ വട്ടം ചോദിക്കൂല. ഇതായിരിക്കും ഈ വട്ടം ചോദിക്കുക. എഴുതി വെച്ചോ, ഇത് ഈ വട്ടം ചോദിക്കൂല. ചോദിക്കൂലായിരിക്കും. പഠിച്ചോനെ ചോദിക്കല്ലേ, നാണക്കെടും. ഓക്കെ, കാരണം എന്താണ്? എല്ലാ കൊല്ലം ഇതാ വരല്ലേ. അപ്പൊ ഇത് ഇല്ല. അവർ കുറച്ചുകൂടെ കൺഫ്യൂഷൻ ആക്കാൻ ചിലപ്പോൾ മോണോക്കോട്ടായിരിക്കും കൊണ്ടിടുക. എല്ലാവരും ഡൈക്കോട്ട് നോക്കി പോകും, ആരും മോണോക്കോട്ട് നോക്കൂല. നോക്കി വെച്ചോ, ഇതാണ് മോണോക്കോട്ട്. മോണോക്കോട്ടിന്റെ മുകൾ ഭാഗമാണ് ഷൂട്ട് അപ്പെക്സ്, അല്ലെങ്കിൽ എന്താ വിളിക്കുക അതിനെ? പ്ലിമ്യൂൾ എന്നും എഴുതാം, പ്രശ്നമൊന്നുമില്ല. പ്ലിമ്യൂൾ എഴുതാൻ കുഴപ്പമില്ല. ഇത് പ്ലിമ്യൂള്, താഴ്ഭാഗം റാഡിക്കള്. പ്ലിമ്യൂള്, റാഡിക്കള്. പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്ന ഷീറ്റിന്റെ പേരെന്താ? കോളിയോപ്റ്റൈല. റാഡിക്കലിനെ കവർ ചെയ്യുന്ന ഷീറ്റിന്റെ പേരെന്താ? കോളിയോറൈസ. ഓർത്തോണം, റാഡിക്കലിനെ കവർ ചെയ്യുന്നവർ കോളിയോറൈസ, പ്ലിമ്യൂളിനെ കവർ ചെയ്യുന്നവരാരാ? കോളിയോപ്റ്റൈല്. ഈ കാണുന്ന ചെറിയൊരു ഭാഗം കണ്ടോ, ഇതാണ് എപ്പിബ്ലാസ്റ്റ്. ഇതൊക്കെ ചോദിക്കാം. എപ്പിബ്ലാസ്റ്റ് എവിടെ കാണുക എന്ന് ചോദിക്കും. അപ്പൊ സാറേ എപ്പിബ്ലാസ്റ്റ് പഠിച്ചിട്ടില്ലല്ലോ. എപ്പിബ്ലാസ്റ്റ് എവിടെ കാണുക? നമ്മുടെ മോണോകോട്ടിലെ കാണുക എപ്പിബ്ലാസ്റ്റ്. ഇതൊന്നാ 7:20 ഓർമ്മയുണ്ടടാ. ഇതൊന്ന് ഓർത്ത് വെച്ചോണേ. ഇതും മോണോക്കോട്ട. ഇതെന്തിന്റെ തന്നെ? മോണോക്കോട്ട് സീഡാ. മോണോക്കോട്ട, ഡൈക്കോട്ട അല്ല, മോണോക്കോട്ട് സീഡാ. ഇതാണ് അതിന്റെ എൻഡോസ്പോം. ഇതൊരു പ്രോട്ടീൻ ലെയർ ആണ്, അല്യൂറോണ ലെയർ. ഇതാണ് കവറിങ്. പെരികാർപ്പ് എന്ന് വിളിക്കാം. ഫ്രൂട്ടിന്റെ കവറിങ് ആണ് പെരികാർപ്പ്. ചോദിക്കും, ഫ്രൂട്ടിന്റെ കവറിങ്ങിന്റെ പേരെന്താന്ന് ചോദിക്കും. പെരികാർപ്പ്. ഈ കാണുന്ന ആരാ? പ്ലിമ്യൂള്. ഇത് റാഡിക്കള്. ഇത് കോളിയോറൈസ. ഇത് കോളിയോപ്റ്റൈല്. ഈ കോളിയോപ്റ്റൈലും കോളിയോറൈസയൊക്കെ മോണോക്കോട്ടിലെ കാണും. ഈ കോളിയോപ്റ്റൈലും കോളിയോറൈസയും ഡൈക്കോട്ടിൽ കാണില്ല. അത് ഓർത്ത് വെക്കണം. എപ്പിബ്ലാസ്റ്റ്, കോളിയോപ്റ്റൈല്, കോളിയോറൈസ, ഇത് മൂന്ന് മോണോക്കോട്ടിലെ കാണും, ഡൈക്കോട്ടിൽ കാണില്ല. ഡൈക്കോട്ടിൽ പ്ലിമ്യൂളും റാഡിക്കലും കാണും. പക്ഷെ അവരെ കവർ ചെയ്ത് കോളിയോപ്റ്റൈലും കോളിയോറൈസ, എപ്പിബ്ലാസ്റ്റ് ഒന്നും ഡൈക്കോട്ടിലില്ല. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓർത്ത് വെക്കണം. ഈ മൂന്ന് കാര്യം ഓർക്കണം. എപ്പിബ്ലാസ്റ്റ് ഉണ്ട് സാർ, എപ്പിബ്ലാസ്റ്റ്, കോളിയോപ്റ്റൈല്, കോളിയോറൈസ, ഇവര് മൂന്ന് പേര് മോണോക്കോട്ടിൽ മാത്രമേ കാണൂ. ഓക്കേടാ, എപ്പോൾ തീരും സാർ? ഇപ്പം തീരും സാർ. സർട്ടിഫിക്കേഷൻ അറിയാലോടാ. ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് ഇൻ ഡിഫറെന്റ് ലെവർ. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെന്റ് പ്ലാന്റ്സ് ഇൻ ഡിഫറെന്റ് ലെവർ. അതാണ് സർട്ടിഫിക്കേഷൻ. അടുത്ത ചോദ്യം വരിക എന്താ അറിയാമോടാ? എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനുകൾ എന്തൊക്കെ? പറ, എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്തൊക്കെ? 2 മാർക്കിന് ചോദിക്കും. എന്താ സാറേ എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനുകൾ? എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താ മക്കളെ? പറ. പഠൻ. പഠൻ. പറ. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയൻ സൈക്ലിംഗ്. പ്രൊഡക്ടിവിറ്റി, ഡീകമ്പോസിഷൻ, എനർജി ഫ്ലോ, ന്യൂട്രിയന്റ് സൈക്ലിംഗ്. ഇതാണ് എന്ത്? എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനുകൾ. ഓർത്ത് വെച്ചോ. ഫുഡ് ചെയിൻ അറിയാലോടാ. ഫുഡ് ചെയിൻ എക്സിനെ വൈ തിന്നു, വൈനെ സെഡ് തിന്നു, ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് ഫുഡ് ചെയിൻ. എടാ, ഗ്രാസ് ലാൻഡിലെ ഫുഡ് ചെയിൻ എന്താ? ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. അക്വാറ്റിക്കിലെ എന്താ? ഫൈറ്റോ പ്ലാന്റൻ, സൂ പ്ലാന്റൻ.
സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്. പറയടാ ഇവിടുത്തെ ഏതാ ഫോറസ്റ്റിൽ എന്താ കുറെ ട്രീ ഉണ്ട്, ട്രീയിലിരുന്ന് തിന്ന ഇൻസെക്ട് ട്രീ ഇൻസെക്ട് ബേർഡ്. ഇതാണ് മറക്കുക, ഫോറസ്റ്റിലെയാണ് മറക്കുക. ട്രീ ഇൻസെക്ട് ബേർഡ്. ഫൈറ്റോ പ്ലാന്റൻ, സൂ പ്ലാന്റൻ, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്, ഗ്രാസ് ഗോപ്പർ, സ്മോൾ ഫ്രോഗ്, സ്നേക്ക്. അത് ഓർത്ത് വെച്ചോ. മൂന്നിടത്തെ ഫുഡ് ചെയിൻ ഓർത്ത് വെക്കണം. ഫുഡ് വെബ് എന്താടാ? ഫുഡ് വെബ് എന്താ? ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻ. ഒരുപാട് ഫുഡ് ചെയിനുകൾ കണക്ട് ആയി കിടക്കുന്നതാണ് ഏത്? ഫുഡ് വെബ്. ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻ ആണ് ഏത് സാറേ? ഫുഡ് വെബ് എന്ന് പറഞ്ഞാൽ. അടുത്ത പറ, ട്രോഫിക് ലെവൽ എന്താ? ഒരു പൊസിഷൻ ഓഫ്, ചോദിക്കും ഒരു മാർക്കിന്, പൊസിഷൻ ഓഫ് ഓർഗാനിസം ഇൻ ഫുഡ് ചെയിൻ. പറ എന്താ സാറേ ട്രോഫിക് ലെവല്? പൊസിഷൻ ഓഫ് ഓർഗാനിസം ഇൻ ഫുഡ് ചെയിൻ. പറ പൊസിഷൻ ഓഫ് ഓർഗാനിസം ഇൻ ഫുഡ് ചെയിൻ. പറ പൊസിഷൻ ഓഫ് ഓർഗാനിസം ഇൻ ഫുഡ് ചെയിൻ. എടാ ഡീകമ്പോസിഷനിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? പറ ഡീകമ്പോസിഷനിലെ സ്റ്റെപ്പുകൾ ഏതൊക്കെ? ഫ്രോഗ് ഫ്രാഗ്മെന്റേഷൻ, ഫ്രോഗിന് ലൈന് ലീച്ചിങ്, കാറ്റിനോട് കാറ്റബോളിസം, കാറ്റിന് ഹുങ്ക് ഹ്യൂമിഫിക്കേഷൻ, മീനിനോട് മിനറലൈസേഷൻ. പറ ഫ്രോഗിന് ലൈന് കാറ്റിന് ഹുങ്ക് മീനിനോട്, ഫ്രോഗിന് ലൈന് കാറ്റിന് ഹുങ്ക് മീനിനോട്. വർഗം നോക്കണ്ട, ഫ്രോഗും ലൈനുമാണോ സാറേ കാറ്റ്? വേണ്ട, വർഗം നോക്കണ്ട, നമ്മൾ അങ്ങനെയാണല്ലോ. പറ കേട്ടെ, ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഓക്കെ, ഹ്യൂമസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ സാറേ? ഹ്യൂമസ് ഡാർക്കാ സാറേ, ഹ്യൂമസ് അമോർഫസാ സാറേ, ഹ്യൂമസിന്റെ ഉള്ളിൽ നിറച്ച് ന്യൂട്രിയൻസ് ഉണ്ട് സാറേ, ഹ്യൂമസ് റെസിസ്റ്റന്റ് ടു മൈക്രോബാ സാറേ. ഇത്ര ഓർത്ത് വെച്ചോ. ഡാർക്ക്, അമോർഫസ്, പിന്നെന്താ? ന്യൂട്രിയന്റ് റിച്ച്, റെസിസ്റ്റന്റ് ടു മൈക്രോബോ. ഓർത്ത് വെച്ചോ, ഹ്യൂമസിന്റെ പ്രത്യേകതയാ. ഓക്കെ, പിന്നെ മക്കളെ ഡീകമ്പോസിഷന്റെ ഫാക്ടറുകൾ അറിയാലോ. ഡീകമ്പോസിഷനെ കൂട്ടുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാ? ഡീകമ്പോസിഷനെ കൂട്ടുന്നത് ആരൊക്കെയാ? പറ നൈട്രജൻ, ഓക്സിജൻ, ഷുഗർ, മോയ്സ്ചർ. കുറയ്ക്കുന്നത് ആരാടാ? കൈറ്റിനും ലിഗ്നിനുമാ. ചോദിക്കും ഡീകമ്പോസിഷന്റെ ഫാക്ടറുകൾ ഏതൊക്കെ? പ്രൊഡക്ടിവിറ്റി അറിയാലോ. എന്താ? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ. റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ആണ് എന്ത്? പ്രൊഡക്ടിവിറ്റി. അതിന്റെ യൂണിറ്റ് ചോദിക്കും ഒരു മാർക്കിന്. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇയർ, അല്ലെങ്കിലോ കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇയർ. ഓർത്ത് വെക്കണം. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇയർ, അല്ലെങ്കിൽ കിലോ കലോറി പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു ഇയർ. ഏതും കറക്റ്റാടാ. പ്രൊഡക്ടിവിറ്റി അറിയാലോ. GPP NPP, GPP minus R equal to NPP. പ്രൊഡക്ടിവിറ്റിന്റെ ഫാക്ടറുകൾ ഏതൊക്കെ? സൺലൈറ്റ്, ടെമ്പറേച്ചർ, വാട്ടർ, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്, ആറ്റിറ്റ്യൂഡ്, ലാറ്റിറ്റ്യൂഡ്. ഏത് എഴുതാടാ? ഏത് പ്രൊഡക്ടിവിറ്റിന്റെ ഫാക്ടർ? ഏത് പ്രൊഡക്ടിവിറ്റി ചോദിച്ചാലും എഴുതിയാൽ മതി. GPP NPP സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഏത് ചോദിച്ചാലും എഴുതിയാൽ മതി. DFC അറിയാലോ. ഗ്രേഡ്സ് ഇൻ ഫുഡ് ചെയിൻ ഉണ്ട്, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ഉണ്ട്. പ്ലാന്റ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് ആര്? സ്റ്റാർട്ട് ഇൻ പ്ലാന്റ്സ്. അതാണ് ആര്? GFC. സ്റ്റാർട്ട് ഇൻ ഡെഡ് മാറ്റർ, ഡെഡിൽ തുടങ്ങുന്നവരാണ് ആര്? DFC. എടാ പ്ലാന്റിൽ തുടങ്ങുന്നവരാണ് ആര്? GFC. ചത്ത ഡെട്രിറ്റസിൽ തുടങ്ങുന്നവരാണ് ആര്? DFC. എ ഫുഡ് ചെയിൻ ബിഗിൻ വിത്ത് പ്ലാന്റ്സ് ഈസ് കോൾഡ് GFC. എ ഫുഡ് ചെയിൻ ബിഗിൻ വിത്ത് ഡെട്രിറ്റസ് അല്ലെങ്കിൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ഈസ് കോൾഡ് DFC. ഇത് ചോദിക്കും. GFCയും DFC നമ്മളെ വ്യത്യാസങ്ങൾ എന്താണ്? 10% ലോ ഉണ്ടല്ലോടാ. ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫറിംഗ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ ട്രോഫിക് ലെവൽ. ഓക്കെ, 10% ഒന്ന് പറഞ്ഞ എന്താ? ഓൺലി പഠിച്ചോനെ, ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫറിംഗ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ. ഓൺലി 10% ഓഫ് എനർജി ഈസ് ട്രാൻസ്ഫറിംഗ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ. ഇത് കണ്ടുപിടിച്ചത് ആരാടാ? ലിൻഡ്മാൻ ആട്ടോ. ലിൻഡ്മാൻ. 10% അറിയാലോ, 10% മാത്രമേ പോകുള്ളൂ ചങ്ങായിമാരെ. ഇത് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഓർത്തോ, ഇത് ഫസ്റ്റും സെക്കൻഡും കേട്ടോ, തേടില്ല. ഫസ്റ്റും സെക്കൻഡ് തെർമോഡൈനാമിക്സിലെ ലോയിന്റെ അടിസ്ഥാനത്തിലേ നടക്കാം. പിരമിഡ് ഓർമ്മയുണ്ടല്ലോടാ. പിരമിഡാ മക്കളെ. ഈ വട്ടം ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാടാ? അത് പിരമിഡാ. ഈ വട്ടം ഞാൻ ഒന്ന് പ്രവചിക്കാൻ വരുമോ എന്നറിയില്ല. ഇപ്പൊ പ്രവചിക്കുന്നൊന്നും വരാറില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ പിരമിഡിൽ നിന്നാണ്. ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഇതേത് ഷേപ്പാ? അപ്രൈറ്റ് ഷേപ്പാ. ഇതേത് ഷേപ്പാ? ഇൻവേർട്ടഡാ. 3 ടൈപ്പ് ഉണ്ടടാ. ഏതാ? പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് നമ്പർ, പിരമിഡ് ഓഫ് ബയോമാസ്. എനർജി എങ്ങനെ കണ്ടുപിടിക്കുക? ജൂളാന്ന് നോക്കണം. പിരമിഡ് ഓഫ് നമ്പറിന് എന്തില്ല? യൂണിറ്റ് ഇല്ലാന്ന് നോക്കണം. പിരമിഡ് ഓഫ് ബയോമാസ് ആണെങ്കിലോ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എവിടെയെങ്കിലും കാണും. അങ്ങനെ കണ്ടുപിടിച്ചോണം കേട്ടോ. പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്താ വരിക? അപ്രൈറ്റാ വരിക. കാരണം എന്താ? 10% ലോ കാരണം. പിരമിഡ് ഓഫ് നമ്പറോ ഒട്ടുമിക്കപ്പോഴും അപ്രൈറ്റ് തന്നെ. പക്ഷെ ചിലയിടത്ത് എന്താ?
ഇൻവെർട്ടഡാ. ആ ഇൻവെർട്ടഡ് എവിടെ ആകുക? ഫോറസ്റ്റിലാണ് ഇൻവെർട്ടഡ് കിട്ടുക. പിരമിഡ് ഓഫ് ബയോമാസോ എപ്പോഴും അപ്രൈറ്റാ, ഒരിടത്ത് മാത്രം ഇൻവെർട്ടഡാ. അവിടെ എവിടെ ഇൻവെർട്ടഡ് കാണിക്കുക? അക്വാട്ടിക്കിൽ മാത്രം അവൻ എന്താ? ഇൻവെർട്ടഡാ. ഇത് നോർത്ത് വെച്ചേക്കണടാ. പിരമിഡ് ഓഫ് എനർജി ഓൾവേസ് അപ്രൈറ്റ് ഡ്യൂ ടു 10% ലോ. പിരമിഡ് ഓഫ് നമ്പർ എപ്പോഴും അപ്രൈറ്റാ, ഫോറസ്റ്റിൽ മാത്രം ഇൻവെർട്ടഡാ. പിരമിഡ് ഓഫ് ബയോമാസും എപ്പോഴും അപ്രൈറ്റാ, പക്ഷെ അക്വാട്ടിക്കിൽ മാത്രം എന്താ? ഇൻവെർട്ടഡാ. പിരമിഡിന്റെ എന്താ പോരായ്മ? റോള് കൊടുത്തില്ല. ആർക്ക്? ഫുഡ് വെബിന് റോളില്ല, ഡീകമ്പോസറുകൾക്കും റോളില്ല. ഫുഡ് വെബിനും റോളില്ല, ഡീകമ്പോസറുകൾക്കും റോളില്ല. ഫുഡ് വെബിനും റോളില്ല, ഡീകമ്പോസറുകൾക്കും റോളില്ല. സാർ അക്വാട്ടിക് ഇൻവെർട്ടഡ് അല്ലേ? ആണ്. പിരമിഡ് ഓഫ് ബയോമാസ് ആണ് ഇൻവെർട്ടഡ്. അക്വാട്ടിക്കില് പിരമിഡ് ഓഫ് എനർജി അപ്രൈറ്റ് ആണ്, പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് ആണ്, പക്ഷെ പിരമിഡ് ഓഫ് ബയോമാസ് മാത്രം അക്വാട്ടിക്കിൽ ഇൻവെർട്ടഡ് ആണ്. ഓക്കെ മക്കളെ, ഇതേതാടാ? ഇതേത് പിരമിഡാ മക്കളെ? ഇതേത് പിരമിഡാ? വേഗം കണ്ടിട്ട് പറ. ഇതേത് പിരമിഡാടാ? ചിത്രത്തിൽ തന്നെ ഉണ്ട്. ഇത് തരില്ല. നമ്പർ ഓഫ് ഇൻഡിവിജ്വലിന് തരില്ല. ഓക്കെ, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ തരില്ല. പറ. ഇതേത് പിരമിഡാ? സാറേ ഇവിടുത്തെ സംഖ്യകൾക്കൊന്നും യൂണിറ്റ് ഇല്ലല്ലോ. യൂണിറ്റ് ഇല്ലെങ്കിൽ ഏതാത്? പിരമിഡ് ഓഫ് നമ്പരാ. ഇതേതാടാ? പിരമിഡ് ഓഫ് നമ്പരാ. യൂണിറ്റ് ഇല്ലാത്തോണ്ട് പിരമിഡ് ഓഫ് നമ്പരാ. എനർജിയോ ലക്ഷ്മിയെ, എങ്ങനെ എനർജി ആകാ കുട്ടിയെ? ജൂള് വന്നാലല്ലേ എനർജി ആകാ. ഇവിടെ വല്ല യൂണിറ്റ് ഉണ്ടോ സംഖ്യകൾക്ക്? ഇല്ല. പിരമിഡ് ഓഫ് നമ്പർ തന്നെ കുട്ടിയെ. RIP എന്താടത്? എനിക്ക് നേരെ RIP എന്നൊക്കെ വിട്ടു പടച്ചോരെ, ചത്തുവാനാണ് ആഗ്രഹം. ഇതേതാ മക്കളെ? ഇതേതാ? ഇത് NCERT ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഒന്നുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട്. ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ NCERT കൊടുത്തിട്ടുണ്ട്. പറ, ഇതേതാ വരിക? 4:21 മാത്രം നോക്കല്ലേ, അതിന്റെ മുകളിൽ നോക്കണം. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇതേതാ വരിക? പിരമിഡ് ഓഫ് ബയോമാസ്. 4:21 മാത്രം നോക്കല്, മുകളിൽ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് കാണും എപ്പോഴും. ചില പിരമിഡുകളുടെ യൂണിറ്റ് ഉണ്ടല്ലോ. ചില പിരമിഡുകളുടെ യൂണിറ്റ് ഇങ്ങനെ മുകളിലാ തരിക. ഇവിടെ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ഉണ്ട്. നമ്പർ കണ്ടിട്ട് നമുക്ക് പിരമിഡ് ഓഫ് നമ്പറാന്ന് പറയാം. ചിലർ ഇങ്ങനെ 4:21 കണ്ട് പിരമിഡ് ഓഫ് നമ്പറാന്ന് എഴുതി വെക്കല്ലേ. യൂണിറ്റ് മുകളിൽ കാണും, നോക്കണം. കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് കാണും. അപ്പൊ എന്താ? പിരമിഡ് ഓഫ് ബയോമാസ്. എന്റെ അടുത്ത ചോദ്യം, ഇത് ഏത് എക്കോസിസ്റ്റത്തിലാണ് കാണുക? പിരമിഡ് ഓഫ് ബയോമാസ ഷേപ്പ് ഇൻവെർട്ടഡുമാ. ഇതെവിടെ കാണുക? പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവെർട്ടഡ് കിട്ടുന്നത് എവിടാ? ഏത് എക്കോസിസ്റ്റത്തിലാ? അക്വാട്ടിക് എക്കോസിസ്റ്റം. ഓർത്തോണം, ഈ പിരമിഡ് കാണിക്കുന്നത് അക്വാട്ടിക്കാ. അതെങ്ങനെ മനസ്സിലായി? ആദ്യം ഇത് ഏത് ടൈപ്പാന്ന് മനസ്സിലാക്കണം. അത് ഏത് ടൈപ്പാ? കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ഉള്ളതുകൊണ്ട് പിരമിഡ് ഓഫ് ബയോമാസ. അടുത്ത് ഇത് ഏത് ഷേപ്പാ നോക്കണം. കട്ടന്റെ സൈസ് മുകളിൽ കൂടുതലല്ലേ? കട്ടന്റെ സൈസ് മുകളിൽ കൂടുതലാണെങ്കിൽ അത് ഇൻവെർട്ടഡാ. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻവെർട്ടഡ് തരണമെങ്കിൽ അത് ഏത് എക്കോസിസ്റ്റം ആയിരിക്കണം? അക്വാട്ടിക് എക്കോസിസ്റ്റം ആയിരിക്കണം. അപ്പൊ ഇത് ഏത് എക്കോസിസ്റ്റമാ? അക്വാട്ടിക് എക്കോസിസ്റ്റം. മക്കളെ പറ, ഇതേത് പിരമിഡാ? കണ്ടോ 809, 37, 11, 1.5. സാറേ ഇതിനൊന്നും യൂണിറ്റ് ഒന്നും ഇല്ലല്ലോ. ഇതിന് യൂണിറ്റ് ഇല്ലാത്തോണ്ട് പിരമിഡ് ഓഫ് നമ്പർ ആണല്ലേ. മണ്ടത്തരാണത്. പിരമിഡ് ഓഫ് നമ്പർ എങ്ങനെ ആകുക? അല്ല, ഇതിനൊന്നും യൂണിറ്റ് ഇല്ലാത്തോണ്ട് ഇവിടെ എന്തുണ്ട്? ഡ്രൈ വെയിറ്റ് എന്ന് മുകളിലുണ്ട് ചങ്ങായിമാരെ. ഡ്രൈ വെയിറ്റ് എന്നോ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്നോ എവിടെ കണ്ടാലും എന്താടാ? പിരമിഡ് ഓഫ് ബയോമാസ. ഡ്രൈ വെയിറ്റ് എന്നോ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ എന്ന് എവിടെ കണ്ടാലും പിരമിഡ് ഓഫ് ബയോമാസ. ഇതെവിടെ കിട്ടുക? ഈ ടൈപ്പ് അക്വാട്ടിക് ഒഴികെ ബാക്കി എല്ലാ എക്കോസിസ്റ്റത്തിലും പിരമിഡ് ഓഫ് ബയോമാസ് എന്തായിരിക്കും കിട്ടുക? ഈ അപ്രൈറ്റാ കിട്ടുക കേട്ടോ. ഇത് ഏതാന്ന് ചോദിച്ചാൽ എവിടെ എഴുതാം? അക്വാട്ടിക് ഒഴികെ വേറെ ഏത് എക്കോസിസ്റ്റം നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കേടാ? ഇതേത് പിരമിഡാ? ലക്ഷ്മിക്കുട്ടിയെ, അന്റെ ഊഴമാ വന്നു മക്കളെ. മോളുടെ ക്വസ്റ്റ്യൻ വന്നു. മോളുടെ ഉത്തരം ഇപ്പോൾ ഇട്ടായിരുന്ന കറക്റ്റ് ആയനെ. ഇതേതാ മക്കളെ? പറയടാ. ലക്ഷ്മിക്കുട്ടി എവിടെ? ലക്ഷ്മി മുങ്ങി. ലക്ഷ്മി വന്നു. ലക്ഷ്മി ഇട്ടടാ. വന്നു പോയി പോട്ടെ. പറയടാ, ഇതേത് യൂണിറ്റാ? സംഖ്യകൾ 1000, 10000 അങ്ങനെ പറ. ജൂള്. അപ്പൊ ഇതേതാ? ജൂളാണെങ്കിൽ എന്താ? പിരമിഡ് ഓഫ് എനർജി. അല്ലെങ്കിൽ വേറെ രീതിയിലും കണ്ടുപിടിക്കാടാ. എങ്ങനാ? 10,000ന്റെ 10% മുകളിൽ കാണുക. 1000 1000ന്റെ 10% മുകളിൽ കാണുക. 100ന്റെ 10% മുകളിൽ കാണുക. അങ്ങനെ വേണേ കണ്ടുപിടിക്കാം. യൂണിറ്റ് നോക്കിയും കണ്ടുപിടിക്കാം. 10 വെച്ച് കുറഞ്ഞു പോവാണെങ്കിലും കണ്ടുപിടിക്കാം. 10 വെച്ച് കുറഞ്ഞു പോവാണെങ്കിൽ അത് പിരമിഡ് ഓഫ് എനർജിയാ. പിരമിഡ് ഓഫ് എനർജിയിലേടാ 10% വെച്ച് കുറഞ്ഞു പോവാ. ഓക്കെ അല്ലേ? ഓക്കേടാ. കഴിഞ്ഞടാ. സമയം എത്രയായി? 2 മിനിറ്റ് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. പോയിക്കോ. ലക്ഷ്മി ഓൺ ഫയർ. ലക്ഷ്മി ഓൺ എയർ. ഓക്കെ, അടിച്ചു പൊളിച്ചോ, പഠിച്ചോ. ഓക്കെ, ഞാനും ഇപ്പൊ ഇത് കട്ടാക്കി പറഞ്ഞ പല്ല് പോലും തേച്ചില്ല, തുറന്നു പറയാലോ. ഓക്കെ, പല്ല് പോലും തേച്ചില്ല, നേരെ പോയിരുന്ന് വായിക്കാൻ പോവാ.
നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് നിങ്ങളുടെ കഴിഞ്ഞു. ഇനി എന്താ, ഇനി എവിടെങ്കിലും വെച്ച് കാണാം മക്കളെ. വന്ന് മിണ്ടുക. ഓക്കെ, എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് വന്നൊന്ന് പറഞ്ഞേക്കണേടാ. അഖിലേട്ടൻ സൈനിങ് ഓഫ്. അത് തന്നെ, ഞാൻ സൈനിങ് ഓഫ്. നോ കിങ്ങണി സാർ, ദി കിങ് ഓഫ് ബോട്ടണി. വാഴ, സ്വന്തം പറമ്പിലെ വാഴ കൊലപ്പിച്ച സാർ പോവാണ്. ഓക്കെ, ആയിക്കോട്ടെ, നല്ല പോലെ പഠിച്ചോ, എവിടെങ്കിലൊക്കെ എത്തിച്ചേർന്നോ, ഇഷ്ടപ്പെട്ട പ്രൊഫഷന് വേണ്ടി എത്തിച്ചേരുക. പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പോയി ചേരല്, ഇഷ്ടപ്പെട്ടതിന് പോവുക. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തിങ്കൾ മുതൽ വെള്ളി വരെ സമാധാനത്തോടെ പണിയെടുക്കുക. ശനിയും ഞായറുമൊക്കെ വീട്ടുകാരുമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ജോലിക്ക് പോയാൽ മതി കേട്ടോ. അത് പറ്റാത്തോണ്ടുള്ള വിഷമത്തിൽ പറയാണ്. ഓക്കെ, അടിച്ചു പൊളിച്ചോ, പഠിച്ചോ. ഓക്കെ, 1800 പേരുണ്ട്. എൻ്റെ എക്സാമിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണം മക്കളെ. ടെൻഷനൊന്നും ഇല്ലടാ, പഠിച്ച് പാസ്സാവുന്നൊരു പൂതി എനിക്കില്ല, ഇനി പ്രാർത്ഥിച്ചെങ്കിലും പാസ്സാക്കിയേക്കാം. ഓക്കെ, അതുകൊണ്ട് കേട്ടോ, അടിച്ചു പൊളിച്ചോ, പഠിച്ചോ. എന്തായാലും ഒരു കൊല്ലത്തിൽ ഓർമ്മകളുണ്ട്, 1.5 കൊല്ലത്തെ ഓർമ്മകളുണ്ട്. ഒരുപാട് നല്ല ഓർമ്മകൾ തന്നു, ഒരുപാട് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ മാർഗം എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ. ഇതെൻ്റെ ലാസ്റ്റ് ബൈ ആണ്. എവിടെയെങ്കിലും വെച്ച് കാണാം. വന്ന് മിണ്ടിയേക്കണേടാ. ചിലപ്പോൾ എന്താ ഒക്കത്തെ 2 കുട്ടികൾ, താഴെ 2 കുട്ടികൾ, ഭാര്യൻ്റെ അടുത്തൊരു കുട്ടികളൊക്കെ കാണും, 5 കുട്ടികളൊക്കെ കാണും. അന്ന് മൈൻഡ് ആക്കണ്ട, ചിലപ്പോൾ ഞാൻ ജാടയായിരിക്കും, എന്നാലും വന്ന് മിണ്ടിയേക്കണേ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ. ഓക്കെ, ബൈ, അടിച്ചു പൊളിച്ചോ. ഓക്കെ, താങ്ക് യുടാ, ബൈ. മോട്ടിവേറ്റ് ചെയ്യാൻ അറിയില്ല മക്കൾ, അതുകൊണ്ടാണ്.